എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഇന്ന് നമ്മുടെ മോസ്റ്റ് അത്തം ആണല്ലേ, അങ്ങനെ നമ്മുടെ ഓണക്കാലം ഇതാ ഗായ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് ഡേ ആയ നമ്മുടെ അത്തം ഇതാ ഇന്നാണ്. അപ്പം ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ 10 ദിവസം നമ്മുടെ തിരുവോണം വരെ നമ്മൾ പൂക്കളിട്ട് അടിപൊളിയാക്കാൻ പോവാ അല്ലേ ഗായ്സ്? അതെ. അപ്പം ഈ പ്രാവശ്യം നമുക്ക് 11 ദിവസമാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്, എന്ത് പൂക്കളുടെ ഡേയ്സ് വന്നിരിക്കുന്നത്. കാരണം ചോതി 2 ദിവസം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോതി 2 ദിവസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഫുൾ ഡൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ദേ കർക്കിടകം ഇന്ന് കഴിയുവാണ്. ഇന്ന് തന്നെയാണ് നമ്മുടെ അത്തം തുടങ്ങുന്നത് അല്ലേ. സാധാരണ നമ്മുടെ ചിങ്ങം ഫസ്റ്റാണ് ഗായ്സ് നമ്മുടെ ഓണം തുടങ്ങുന്നത്. ഈ പ്രാവശ്യം കർക്കിടകം ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ മോസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താ പറയുക ഓണം തുടങ്ങി ഗായ്സ്. അപ്പം എന്താ പറയുക, ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടായി അല്ലേ. നമ്മുടെ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു കുഞ്ഞ് ചെടിയിലും പൂവുണ്ടാവുമെന്നാണ് ഗായ്സ് നമ്മുടെ അമ്മച്ചി പറയുന്നത്. കാരണം ഓണക്കാലത്തിൽ നമ്മുടെ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി, നമ്മുടെ മാവേലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ആയിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന സമയമാണ് നമ്മുടെ ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് മോസ്റ്റ് ആയിട്ട് നമ്മുടെ മോസ്റ്റ് പൂക്കളം, നമ്മുടെ പൂക്കളം ഇടാൻ വേണ്ടി നമ്മൾ പോവാണ് ഗായ്സ്. അപ്പം നമുക്ക് മോസ്റ്റ് ആയിട്ട് തറ കെട്ടണം. സത്യം പറഞ്ഞാൽ നമ്മൾ അത്തം, ചിത്തിര, ചോതി 3-ാം ദിവസമാണ് നമ്മൾ തറ കെട്ടുന്നത്. പക്ഷേ എന്ന് പറയുമ്പോൾ നമുക്ക് പൂക്കളം ഇടുമ്പോൾ നമുക്ക് തറയില്ലാതെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ തറയൊക്കെ കെട്ടി സൂപ്പറാക്കാം എന്ന് ഓർത്തു. അപ്പം നമ്മൾ തറ കെട്ടാൻ വേണ്ടി പോകണം. തറ കെട്ടുന്ന പോലെ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഓർത്തു. അപ്പം അമ്മ തറ കെട്ടാൻ വേണ്ടി മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അവിടെയായിട്ട്. പിന്നെ നമുക്ക് ചാണകമൊക്കെ വേണമായിരുന്നു മെഴുകാൻ. പക്ഷേ നമുക്ക് വയലിലൊക്കെ ആകെ അവസ്ഥയായതുകൊണ്ട് നമുക്ക് ചാണകമൊന്നും എടുക്കാൻ പോകാൻ പറ്റില്ല. അതൊരവസ്ഥയാണ് ഗായ്സ്, അതൊരു വിഷയമാണ്. പിന്നെ ഇതേപ്പോക്ക് മഴയാണോ, മഴ തൂളി ഗായ്സ്, അടിപൊളി ഐശ്വര്യമായിട്ട് മഴ തൂളിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അത്തം കറുത്താലും ഓണം തിരുവോണം വെളുക്കും എന്നാണ് പറയാം. അപ്പം തിരുവോണം വെളുക്കുമല്ലോ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ പൂക്കളായിട്ടിട്ട് ഗായ്സേ കൊട വരെ ചൂടി വെച്ച ചരിത്രമുണ്ട് ഗായ്സ് മഴ പെയ്തിട്ട്. ഓർക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൂക്കളൊക്കെ ഒഴുകിക്കൊണ്ട് പോയത്. യെസ്. അപ്പം നമ്മളിന്ന് മോസ്റ്റ് ആയിട്ട് ഗായ്സ് നമ്മൾ നല്ല ട്രഡീഷണൽ ലുക്കിലാണ് ഗായ്സ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ അടിപൊളി ആയിട്ട് നമ്മുടെ പൂത്തറ കെട്ടാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ജുവാന എവ്ലിൻ റോസ് ഇതേ മണ്ണ് മാന്തലാണ് ഇല്ലേ മമ്മേ? മണ്ണിൽ പണിയാൻ ഇവിടെ മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാനാ അല്ലേ അമ്മേ? മണ്ണ് എന്ന് മണ്ണെടുക്കാണ് കേട്ടോ ഗായ്സ്. നമ്മുടെ ഇവിടെയുള്ള കല്ലിന്റെ വലിയ കല്ലിന്റെ മണ്ണിന്റെ സ്പെഷ്യാലിറ്റി ആണല്ലേ അമ്മേ? കല്ല് ഭയങ്കര കല്ലുള്ള മണ്ണാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ചെറിയ തറയാണോ നമ്മള് തിരുവോണത്തിന് വലിയ തറ ആക്കുവോ? എന്താ ചെയ്യുന്നത് മമ്മേ? ചെറിയ തറ പോരെ മതി അല്ലേ? ഇത് നോക്കിക്കേ മമ്മ, മഴ പെയ്തു മമ്മേ. എന്റെ ദൈവമേ ഈശ്വര, അതേ ഗായ്സ് മഴ പെയ്തു കേട്ടോ. ഷോ എന്ത് ചെയ്യും എനിക്കറിയില്ല. എന്തൊരു ഐശ്വര്യല്ലേ, ഭയങ്കര ഐശ്വര്യാണേ. ഇതാ ഇത് മതിയോ? ഇത് നമ്മൾ ഇച്ചിരി മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ധാരാളം മതി എന്നാണ് മമ്മ പറയുന്നത്. കുഞ്ഞിക്കുട്ടനാണേലോ ഞാനെന്നല്ല, ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കാറിച്ചു തുടങ്ങും ഇല്ലേ അമ്മേ? ഇത് ചക്കര പഞ്ചാര ഇപ്പം അങ്ങോട്ട് ഓടി, ചക്കരേനെ അവനകത്താൻ തോന്നുന്നു. അപ്പൊ ഗായ്സ് നമ്മൾ എവിടെയാണ് പൂത്തറ കെട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ മുറ്റം ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞു മുറ്റം എന്ന് പറയുന്നത്. ഈ മുറ്റത്തിൽ നമ്മളിതേ ഇവിടെയാണ് നമ്മൾ തറ കെട്ടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കോലം വരയ്ക്കുന്നതും നമ്മൾ വിജയദശമി ആ ദിവസങ്ങളിൽ നമ്മൾ ബുക്ക് പൂജയ്ക്കൊക്കെ നമ്മൾ കോലം വരച്ചില്ല, അതൊക്കെ നമ്മുടെ ഈ മുറ്റത്താണ്. അപ്പോൾ നോക്കിയേ ഫുൾ മഴയിരുട്ട് കാരണം ഫുൾ ഇങ്ങോട്ടേക്ക് ഫുൾ ഇത് ഇരുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കി നമ്മുടെ തെമ്മാടിയും അവിടെ മീശൂട്ടിയൊക്കെ ഇത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമുക്കിനി മോസ്റ്റ് ആയിട്ട് തറ കെട്ടി നമുക്ക് പൂക്കളം ഇടണം. കാര്യം എന്ത് മഴ വന്നാലും സാരല്ല, നമ്മളത് ചെയ്യുന്നതാണ്, നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞിക്കുട്ടൻ പരമാവധി അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ക്യാമറയിലേക്ക്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ എന്ത് ചെയ്യാം, പൂത്തറ കെട്ടാം. ലെറ്റ്സ് ഗോ ഗൈസ്. കണ്ട ഒരു പഞ്ചാരിന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു പഞ്ചാരി ഇവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞ് രാവിലെ കുറേ വൊമിറ്റൊക്കെ ചെയ്തു, കുഞ്ഞിന് തീരെ വയ്യാട്ടോ. പിന്നെ ഇത് ഇവിടെ നോക്കുമ്പോൾ 2 മഹത്ത് വ്യക്തികൾ ഇവിടെ ഇതുവരെയായിട്ടും ഒരുങ്ങി കഴിഞ്ഞിട്ടൊന്നും ഇല്ല അല്ലേ ആറ്റി? രാധയാണോ? ഹലോ, അതേ കൃഷ്ണൻ അവിടെ നിപ്പുണ്ട്. അല്ല, കൃഷ്ണൻ അവിടെ നിപ്പുണ്ട്. അപ്പൊ രാധയാണോ എന്ന് ചോദിക്കുമായിരുന്നു. ഇവിടെ വേറൊരു രാധ ഇത് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഹലോ 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 ഹലോ
എടാ നിങ്ങൾ ചന്ദനം കുങ്കുമം തൊട്ടില്ലേ? വേഗം പോയി ചന്ദനം കുങ്കുമം പിടിച്ച മുടി ഞാൻ ഈ മുടി കാരണം ഞങ്ങള് മടുത്തൂല്ലേ വാവാറ്റി? സത്യം പറയാലോ, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാണുന്ന നല്ല രസമാണ്. സത്യം വരുക മുടി ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അകത്ത് ലൈറ്റ് ഇല്ല കേട്ടോ, കാരണം അടുക്കളയിലെ ലൈറ്റും എല്ലാ സാധനം അടിച്ചുപോയി. എന്നിട്ട് അകത്തത്തെ ലൈറ്റ് എടുത്തോണ്ട് വിട്ട് മിനിഞ്ഞാന്നത്തെ ചെമ്മീൻ വ്ലോഗില് കൊഞ്ച് വ്ലോഗില് വരെ ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കണക്ഷൻ അറിയാലോ ഭിത്തിന്റെ അവസ്ഥ, അതുകൊണ്ട് വിട്ടുപോയിട്ട് അകത്തെ ലൈറ്റ്, ഇപ്പൊ അകത്ത് ലൈറ്റ് ഇല്ലാതെ വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അകത്തെ ഒരു ഇതുണ്ടായിരുന്നു, അത് ബൾബോടെ അതിന്റെ വയറയോടെ എടുത്തുകൊണ്ട് അടുക്കളയിൽ കൊണ്ട് ഫിറ്റ് ചെയ്തു. ബാക്കിന്റെ കത്തിട്ടോ, ഞങ്ങളടുത്ത് കണക്ഷൻ ഫുള്ള് വിട്ടുപോയിന്ന്. അപ്പൊ ഇതേ മമ്മതാ നമ്മുടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് വെള്ളവും കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ മണ്ണ് നമ്മൾ കൊട്ട നിറച്ചിട്ടുണ്ടായിരുന്നു. മഴ വന്നതായിരുന്നു, മഴ പിന്നെ ഇത് ആ വഴിക്ക് അങ്ങോട്ട് പോയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പൂക്കളെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വരുമോ നമുക്കറിയത്തില്ല. ഇനി നമുക്ക് പൂ പറിച്ചിട്ടില്ല. ശരിക്കും പൂ നമ്മൾ തലേദിവസം പറിച്ചു വെക്കണം, നൈറ്റിൽ മീൻസ് ഈവനിങ്ങിൽ. എന്നിട്ട് വെള്ളം തളിച്ച് വെച്ചാൽ മതി. രാവിലെ നമുക്ക് വേഗം വന്ന് ഇടാമല്ലോ, ആ രീതിക്കാണ്. രാവിലെ ടൈം ഇല്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഇതേ നമ്മുടെ മണ്ണുകളെല്ലാം കൊട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ തറ കെട്ടണം അല്ലേ മമ്മ? മോസ്റ്റ് തറ കെട്ടണം. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് ഡേ അത്താണല്ലോ ഇന്ന്. അപ്പം എന്താ ഇന്ന് തൊട്ട് 11 ദിവസം വന്നിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും പൂക്കളം ഇടുന്നവരാണോ? വീട്ടിൽ പൂക്കളൊക്കെ ഇടുവോ? അതും നമ്മൾ അത്തം തൊട്ട് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ 10 ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ്ലി നമ്മൾ ഇട്ടിരിക്കണം 10 ദിവസം. അല്ലെങ്കിൽ ചിലരൊക്കെ ലാസ്റ്റ് 3 ദിവസം ഇടുന്നവരുണ്ട്, ചിലർ തിരുവോണത്തിന് ഇടുന്നവരുണ്ട്, ചിലർ അത്തത്തിന് മാത്രം ഇടുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിന് ഇഷ്ടം പോലെ കേട്ടോ. പക്ഷെ നമ്മളെല്ലാം ഓണത്തിനും ഫുൾ ഡേയ്സിൽ നമ്മൾ പൂക്കളം ഇടുന്നതാണേ. അപ്പോൾ ഇത് കണ്ടോ, മോസ്റ്റ് ആയിട്ട് അതിനകത്ത് കുറേ വേരും. എന്തൊരു കഷ്ടം അത് അല്ലേ? ആ ഇടയ്ക്കില്ല ഇങ്ങനെ കടന്നിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ അമ്മ. ഇനി അമ്മയ്ക്ക് പിന്നെ തറ കെട്ടാനും മണ്ണിന്റെ പരിപാടിക്കൊക്കെ അമ്മ കഴിഞ്ഞിട്ടാ കാഴ്ച ആൾക്കാരുള്ളൂ. കാരണം മണ്ണിപ്പണി 24 മണിക്കൂർ ഞങ്ങൾക്ക് മണ്ണിപ്പണിയാണ്. അമ്മ കുഴിയാനാന്ന് അമ്മ, ജുവാന കുഴിയാന അല്ലേ അമ്മേ? മണ്ണിപ്പണിനെ പറ്റി അമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? പണ്ട് മുതലേ നമ്മള് മണ്ണിൽ ഇങ്ങനെ ഇത്ര നാളായിട്ട് മണ്ണിപ്പണി നിന്നിട്ടില്ലല്ലോ. ഇപ്പോഴും അതെ, വീടിന്റെ ഓരോ ആണെങ്കിലും അത് തന്നെ ഉണ്ടല്ലേ. വീട്ടിലേക്കൊക്കെ ഞങ്ങള് എന്നും മണ്ണെടുത്തോണ്ടിടലാണ് പരിപാടി. അടുപ്പ്, അതുപോലെ ചാണകം എടുത്തോണ്ട് വന്നിട്ട് മെഴുകല്. അതെ അതിനൊന്നും ഇപ്പോഴും ഒരു അറുതിയില്ല അല്ലേ? ഈ കാലത്ത് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ എന്ന് കായ്സ് ഓർക്കുമായിരിക്കും. ഉണ്ടെങ്കിലും ഞങ്ങളുണ്ടേ അല്ലേ? അത് തന്നെ. ഇപ്പോഴും 1800 കിടക്കുക, 1800 ഒക്കെയാണ് കിടക്കുന്നത്. എന്നാണോ 2026 തിരിച്ചു വരാൻ പോകുന്നത് ദൈവത്തിനറിയാം. അപ്പൊ ഗായ്സ് നോക്കിയേ, മോസ്റ്റ് ആയിട്ട് കുറെ കല്ലൊക്കെ കിട്ടുന്നുണ്ട്. ആ കല്ലൊക്കെ എടുത്ത് നമ്മ പുറത്തേക്ക് ഇടുന്നുണ്ട്. തറ അമ്മ പരത്തി ആക്കിക്കോട്ടോ അമ്മേ. പരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തറിയോ, പ്ലെയിൻ ആയിട്ട് ഞാൻ ചെയ്യണോ? ഓ അങ്ങനെയാണോ? വേണ്ട അമ്മ ചെയ്തോ. ഓ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ടേ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കുന്ന ഗായ്സ് തീരെ ഇഷ്ടമല്ല. ഡ്രസ്സൊക്കെ വലിച്ചു പറിച്ച് മുടിയൊക്കെ എന്തെങ്കിലും കാണിച്ചു വെച്ച് നമുക്കൊരു എല്ലാം ചെയ്യാൻ പറ്റിയൊരു പ്രൈവസി എന്ന് പറയില്ലേ. ഇപ്പം നോക്കി ഈ ഡ്രസ്സാണ്, ഇത് അവിടെ ചോട്ടുവന്ന് ഇവിടെ ചോട്ടുവന്ന്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അവിടെ ചിലരുണ്ടോ റീൽസിൻ്റെ ബാക്കി എടുക്കുവാണ്. എൻ്റെ ദൈവമേ ഒന്ന് പോടാ. അപ്പോൾ ഇതേ അമ്മ ഇതേ തറ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തറ നമുക്കൊന്ന് അടിപൊളിയാക്കിയിട്ടൊന്ന് ലെവലാക്കണം. അതാണ് നമുക്കിനി വേണ്ട പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ലെവൽ ചെയ്യണം ഗൈസ്. അടിപൊളിയായിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൂക്കളം ഇടൽ നമുക്ക് എളുപ്പമാണ്. ഈ തറ കെട്ടുന്നതിന് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴയത്തുള്ള വെള്ളമാണെങ്കിൽ തന്നെ നമുക്ക് കുത്തി ഒളിച്ച് ഡയറക്റ്റ് നമ്മുടെ മുറ്റത്തും തിണ്ണയിലേക്കൊക്കെ കയറും. തിണ്ണയിലേക്ക് വെള്ളം അങ്ങനെ കയറില്ല കേട്ടോ. പിന്നെ മുറ്റത്ത് ഇപ്പൊ പൂക്കളൊക്കെ ഇടുവാണെങ്കിൽ തന്നെ അതും തെറിപ്പിച്ചുകൊണ്ട് പോകും. പിന്നെ അതെ തന്നെ. അപ്പൊ തറയുണ്ടെങ്കിൽ തന്നെ എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തറയുണ്ടെങ്കിലും വലിയ കാര്യമൊന്നും ഇല്ല, പക്ഷെ ഉള്ളതൊരു ചെറിയ സേഫ്റ്റി, ദാറ്റ്സ് ഓൾ. ഒരാന മഴ വരുന്നുണ്ട്. പൂക്കളം മഴക്കളമാവോ നമുക്ക് സംശയം. അതെ, കളംകുളമാവോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അമ്മ നല്ല ചപ്പാത്തി പരത്തുന്ന പോലെ നല്ല പരത്തി സൂപ്പർ ആക്കുന്നുണ്ട്. അപ്പൊ ഞാനും കൂടി ഒന്ന് കൈ വെച്ച് നോക്കട്ടെ. ചിലപ്പം ഞാൻ പിന്നെ എന്തെങ്കിലും കൈ വെച്ചാലും സക്സസ് ആവും, അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ തൊടാറില്ല. അപ്പൊ നമുക്ക് ഇതേ അമ്മ വലിയ മഴ വന്നു.
അവസ്ഥയാണ്. അയ്യോ ഓറിയോ ഗായ്സ് പൂച്ചട്ടി മറിച്ചിടുന്നു. ഓറിയോ പൂച്ചട്ടി മറിച്ചിടുന്നു. ജീവനം കണ്ടാണ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് താറാ മമ്മ ഇങ്ങനെയാണ് നമ്മുടെ നെയ്യപ്പം ചുട്ടു വെച്ച പോലെയാണ്. അത്തത്തറ ഇതാണ്, നെയ്യപ്പം ചുട്ടു വെച്ച പോലെയാണ് നമ്മുടെ മമ്മ മോസ്റ്റ് ആയിട്ട് നമുക്ക് തറ ചുട്ടു തന്നത്. ഐ മീൻ ഇട്ട് തന്നത്. അയ്യോ ഗൈസ്, അപ്പൊ ശരി ശരി ഓക്കെ ശരി. അപ്പൊ ഇത് അത്തത്തറ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിത്തിരത്തറ ഇനി വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഓണക്കാലം എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം ആ ഒരു എന്താ പറയാ ആ ഒരു ഇത് നമുക്ക് ഒരു ഈ കാറ്റൊക്കെ അടിക്കുമ്പോ ഓണായി എന്നുള്ള ഒരു തോന്നൽ നമുക്ക് കിട്ടും. ആ മഴയും കൂടെ പെയ്ത് പൂക്കളം കളയുമ്പോ ഒന്നും കൂടെ മോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എന്തായാലും എന്താ പറയാ നമുക്ക് ഓണത്തിന് നമ്മുടെ മാവേലിനെ നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വരവേൽക്കാം അല്ലെ? അങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസം, അങ്ങനെയാണ്. നമ്മുടെ പൂമ്പാറ്റയുടെ രൂപത്തിലൊക്കെ വരുന്ന പറയും. ഇന്ന് രാവിലെ പാലും അങ്ങനെ ഇപ്പൊ ഞാൻ ബട്ടർഫ്ലൈനെ കണ്ടായിരുന്നു. അപ്പൊ അതിനടുത്ത് മാവേലി ഇപ്പഴേ വന്നിരിക്കുവാണ് എന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്താക്കാം, പൂക്കൽ പരിക്കണം. തറ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓണം വരുവാണ്. അപ്പൊ ഓണത്തിന് വരവേൽക്കാൻ നമുക്കൊരു മോസ്റ്റ് പാട്ട് പാടാം. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ. സത്യം പറഞ്ഞാല് നമ്മള് പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പറയേണ്ടത്. അല്ലെങ്കിൽ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുമ്പോ. കാരണം പൂവേ പോലെ മീൻസ് പൂക്കൾ കൂടാൻ വേണ്ടിട്ട് നമ്മൾ കൂടട്ടെ. അത് തന്നെ സത്യം പറഞ്ഞാൽ പൂക്കൾ എത്ര പറിച്ചുകൊണ്ട് വന്നാലും നമ്മുടെ പൂക്കളത്തിന് മതിയാവില്ല. പിന്നെ ഞങ്ങളുടെ കാര്യം പറയുമ്പോ എത്ര പൂക്കൾ ഇട്ടാലും ഞങ്ങൾക്ക് തൃപ്തി വലുതാക്കി വീട് വരെ പൂക്കളത്തിൽ അത് തന്നെ. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഓർക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെറിയ പൂക്കളാണെങ്കിലും നല്ല രസത്തിലിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വിട്ടൊന്നും കൂട്ടുന്നില്ല എന്നാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത്. അതിന് മാത്രമുള്ള പൂക്കളൊന്നും ഈ പ്രാവശ്യം തീരെ ഫ്ലവേഴ്സ് ഇല്ല. പൂക്കളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസരത്ത് ഒട്ടും പൂക്കള്. പിന്നെ മുകളിൽ വലിയ മരത്തിന്റെ ആ ചോക്ലേറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അത് അവര് മരം കൊണ്ട് തന്നെ പൂക്കളും ഇല്ല. എല്ലാം കൊണ്ട് തന്നെ അവസ്ഥയാണ്. റോട്ടില് പിന്നെ പൂക്കൾ പറിക്കാൻ പോകുന്ന അവസ്ഥയാ നമ്മള്. പിന്നെ എന്താ പറയാ, അത് തന്നെ അതൊരു ബോൺസ് ആയി വരണ്ട വരും. അത് കാണാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്നാ ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ആയിട്ട് നമുക്ക് പൂക്കൾ പറിക്കാൻ വേണം. അമ്മ എന്റെ കൊട്ടിങ് തന്നെ കണ്ടോ, കൈ തുടച്ചുണ്ടോ എവിടെയാന്ന്. ഷാളില് അല്ല തുടച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ പൂക്കുട്ട ഇതാ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂക്കുട്ടയാണ് കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും പൂക്കല് പറിക്കാൻ പോകുന്നത് ഈ കൊറ്റിയും കൊണ്ടാണ്. മോശമാണ്. നമുക്ക് പറിക്കാൻ പോകണം, അച്ചു പൂക്കലിടണം, അത്തം വര വെക്കണം. സോ ഗായ്സ് ലെറ്റ്സ് ഗോ.
ഞാൻ ശേഖരിക്കാൻ പോവാണേ. അപ്പൊ ഞാൻ വേറൊരു സൂത്രം ഞാൻ കാണിച്ചില്ല. സത്യം പറഞ്ഞ ഇതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് മമ്മേന്റെ ഒറ്റയ്ക്കുള്ള കലാവിരുദ്ധകളാണ് ഗായ്സ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഐസ്ക്രീം ബോളിന്റെ സൂത്രങ്ങൾ. നമ്മൾ ക്രിസ്മസ് ടൈമിലായിരുന്നു നമ്മൾ മോസ്റ്റ് ആയിട്ട് ഐസ്ക്രീം ബോൾസ് എല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് മോസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ട്രീ ഒക്കെ നമ്മൾ അടിപൊളി ആക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ എന്താ പറയുക ബോൾസ് ഈ വീട്ടിൽ ആര് വന്നാലും എസ്പെഷ്യലി പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഈ ബോൾ പറിച്ച് പാരൻസ് അവരുടെ കൈ കൊടുക്കും. പിന്നെ അതിട്ട് കളിയായി പറിച്ചിടും. കെട്ടുന്നത് നമുക്ക് കഷ്ടപ്പാട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം അഴിച്ചു വെച്ചായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മമ്മ ആ സമയത്ത് മഴയൊക്കെ സമയമാണല്ലോ. അപ്പം ഞങ്ങൾ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മ വന്നിട്ട് എന്താക്കി ഐസ്ക്രീം ബോൾസ് എല്ലാം അതുകൊണ്ടോ കഴുകി വൃത്തിയാക്കി എല്ലാ ബോൾസും മമ്മ സ്വന്തം ഇതുണ്ടോ മമ്മയുടെ സ്വന്തം ക്രിയേഷനാണ് ഗൈസ് ഈ കാണുന്നതെല്ലാം. ഞങ്ങളെ വിളിച്ചു, പക്ഷേ നമ്മൾ എഡിറ്റിങ്ങിലായതുകൊണ്ട് തന്നെ വരാൻ പറ്റില്ല. അപ്പം മമ്മ പറഞ്ഞു മമ്മ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ജുവാന എവ്ലിൻ റോസ് മുഴുവനും ബോൾസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇപ്പൊ പിന്നെ ഫാമിലി പാക്ക് വാങ്ങുന്നതുകൊണ്ടുള്ളത് തന്നെ അത് അടുക്കളയിലേക്കാണ് പോകുന്നത്. തൂക്കിയിടാൻ പറ്റില്ല. അടുക്കളയിൽ പോയാൽ പല ടൈപ്പ് പൊടികളിലായിട്ട് അതിരിക്കും നമുക്ക് കാണാൻ പറ്റും. മീൻസ് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി അങ്ങനെ. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വള്ളിക്കുടിൽ പോലത്തെ സൂത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കില്ല. ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വ്ളോഗ് ഞാൻ എന്തായാലും ചെയ്യാവേ. ക്രിസ്മസ് ടൈമിൽ എന്തായാലും നമുക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് പൂ പറിക്കാൻ വേണ്ടി പോവാം. ഈ പ്രാവശ്യം പൂ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുതലേ നമ്മൾ ഒരുപാട് തുമ്പിപ്പൂക്കളും ഇതിൻ്റെയൊക്കെ തൈകൾ കൊണ്ടുവന്നിട്ട് നമ്മളിത് ആ ഭാഗത്തും ഇത് അവിടെ പിന്നെ നമ്മളിത് അവിടെയാണ് നമ്മൾ എപ്പോഴും പൂ പറിക്കാൻ പോകുന്ന സ്ഥലം. അവിടേക്ക് ഒരുപാട് പൂക്കൾ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടായതാവാ. മറ്റേ നമ്മളെക്കാളും ഹൈറ്റിലാണ് എല്ലാ ചെടിത്തൈകളും ഉണ്ടായത്. ഈ തിരുവോണം മീൻസ് നമ്മുടെ ഈ ഓണം വരുന്നതിന് ഈ കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചെന്നറിയോ? മഴയ്ക്കും കാറ്റിനും എല്ലാ ചെടിയും ചാഞ്ഞും ചെരിഞ്ഞും പോയിട്ട് മുഴുവനും ചീത്തയും. ഭയങ്കര ഐശ്വര്യല്ലേ? ഒരു കുഴപ്പമില്ലാതെ നിന്നതാ. ലൈറ്റ് നമ്മുടെ സ്കിൻ കളറിന്റെ വരെ കളറുള്ള പൂ വരെ ജമന്തി ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കടയിൽ പോയി വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ പ്രാവശ്യം പൂക്കള് കുറവാണ്. പല ടൈപ്പ് അമ്മ കൊറേ നട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട്. വിഷമാവും പോയി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമായി. സാരല്ല, അപ്പൊ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഓണത്തിന് ചുരുപ്പറ്റി ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ടല്ലേ. അപ്പൊ ഉള്ളത് കൊണ്ട് കാണാൻ വിറ്റ് ഓണം അല്ല ഓണം കാണാൻ വിറ്റായാലും ഓണം ഉണ്ണണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെന്താ പറയുന്നേ? പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മറ്റേ ഓണത്തിന്റെ കുറെ ഉണ്ട്. നമ്മളിന്നിവിടെ നിന്ന് പോകും. അതന്നെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മോസ്റ്റ് ആയിട്ട് നമുക്ക് പൂക്കള് ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് പോകാം. ഇപ്പൊ പന്നികൾ ഉറങ്ങുന്ന ആ തോട്ടത്തിലാണ് കേട്ടോ. അയ്യോ പറയണ്ട, ആരെങ്കിലും പറയും ഇപ്പൊ അവിടെ. ഞാൻ പറഞ്ഞു പോയി ഈശ്വര. കാരണം അവരിവിടെ സേഫാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല. കാരണം നമ്മള് ഇവർക്ക് തീറ്റ കൊടുക്കാൻ വരുമ്പോ അവര് പേടിച്ചിട്ട് വന്ന് നമ്മളെയൊക്കെ തട്ടിയിട്ടാലോ. അപ്പൊ നമുക്കിനി ആ കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയാക്കണം. അപ്പൊ നമുക്ക് നോക്കാം, അവിടെ തുമ്പിപ്പൂക്കൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് പൂക്കൾ പറിക്കാൻ പോകാം. ഹലോ ഹലോ ഹലോ. ഈ അയ്യോ എന്റെ തലമുടി. ഞങ്ങള് സിനിമ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഹലോ ഹലോ. മൂക്കെ പിടിക്കരുത്. ഇന്ന് തിരുവോണം പോലെ തോന്നുന്നു. നോക്ക് ഗൈസ്. ഗൈസ്, how is my news? നിന്റെ ക്യാമറ എനിക്ക് ഇഷ്ടമല്ല എന്റെ ക്യാമറയിൽ കേട്ടോ. എന്നാ പിടിച്ചോ. ഞാൻ ഇല്ല എടുക്കാൻ. ആണോ? ഇപ്പൊ പറയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ കണ്ടോ അവനാ പറയാ അസൂയാന്ന് പോയിട്ട്. അധികം അങ്ങോട്ട് കാണിക്കുന്നില്ല. പലതും അവിടെ വേറുള്ള കാരണം ഇങ്ങനെയുള്ള ഡ്രസ് എന്നിട്ട് നടക്കാൻ പറ്റില്ല. ആണോ? ഇത് വെക്കട്ടെ. ഇങ്ങനെയൊന്നും നടക്കാം. എന്റെ കൈസേ പെണ്ണുങ്ങളുടെ വേഷമൊന്നും ഞങ്ങക്ക് പറ്റില്ല. ഞങ്ങക്ക് അല്ല മുണ്ട് ഷർട്ടോ ജീൻസ് ഷർട്ടോ. സത്യം പറയാ നിക്കർവാസം അങ്ങനെ പറ്റുള്ളൂ. സത്യം. തല മൊട്ടയും എന്താ സ്വൈര്യം സ്വസ്ഥം. ഇങ്ങനെയാണ് നമുക്കിപ്പോ. അപ്പൊ ശാന്തനും ആവും. മിണ്ടാതെ പാമ്പോലെ നിൽക്കും നമ്മളെ കൊല്ലാക്കൊല. എനിക്ക് അസൂയ അങ്ങനോട്. എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വാക്കുകൾ. 3 പേരും തമ്മിൽ അടി കൂടുന്നത് അല്ലേ? അടി കൂടുന്നല്ല, നമുക്ക് ഈഗോ ഉണ്ടോ? അതെ, ഞങ്ങൾ അടി കേട്ടോ.
എന്നെക്കാളും രസം നടക്കില്ല കേട്ടോ. അങ്ങനെ ഇപ്പൊ നീ ഡ്രസ് ഉണ്ടാവും, എന്നെക്കാളും രസം ആരും ആവണ്ട. എന്തിനെടുത്തിട്ടത് ഒന്നുമില്ല. സത്യം ഒന്നുമില്ല. എന്റെ ചന്ദനം തൊട്ടോ അല്ലടാ നിന്നെ മൂക്കൂത്തി. ഞാനാണ് രസം, നിങ്ങളല്ല രസം. ഞാനാണ് ഞങ്ങളിൽ മൂന്നിൽ ഏറ്റവും കൂടുതൽ സുന്ദരൻ ഞാനാണ് അല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ഐശ്വര്യായി ഞാനാണ്. ഏറ്റവും കൂടുതൽ മിസ് വേൾഡ് സോളാർ അല്ല പങ്കാ മിസ് വേൾഡ് സോളാർ നീയാണ്, അല്ല നീ വേറെ ആരുമല്ല. മനസ്സിലായല്ലോ? എല്ലാവരുടെയും ആഗ്രഹമാണ് കേട്ടോ ഞങ്ങളിപ്പോ കാണിച്ചത്. തമ്മിൽ ഈഗോ കൊടുക്കണമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവര് സമാധാനിക്കാൻ കാണിച്ചു തന്നെയാണ്. സത്യം, അങ്ങനെ സമാധാനിക്കാതെ എന്താ പറ്റുള്ളൂ. ഹലോ പ്ലീസ് എടുക്കൂ, ഞങ്ങൾ മറന്നു പോയിരിക്കുന്നു. ഞാൻ പറയട്ടെ, ആ മഞ്ഞ കളർ തുമ്പിപ്പൂക്കളില്ലേ, ആ സെക്ഷൻ ഞാൻ പറിക്കും. ഓക്കെ നമുക്ക് ഒരുമിച്ച് മഞ്ഞ ഞാൻ പറിക്കും. ഓക്കെ പ്ലീസ്. നീ പച്ച പറിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ പൂന്തോട്ടത്തിലെത്തി. അമ്മേന്റെ പച്ചക്കറി തോട്ടായിരുന്നു, നമുക്ക് കാണായത്. കപ്പളങ്ങ ആദ്യം ഉണ്ടായി, അത്ഭുതം. ഫോട്ടോ എടുത്ത് വെച്ചോ? സത്യം വേണ്ടി വരും ഗായ്സ്. നമുക്കിനി പച്ചക്കറി തോട്ടമൊക്കെ നല്ല വൃത്തിയാക്കാനുണ്ട്. ഒരു വിഗ് ആലോചിക്കും പൊങ്ങി നിൽക്കുന്നത്. എടാ മുതുകാണോ എന്റെ ഹിമാലയ തല വെക്കാൻ വേണം. എനിക്ക് എവറസ്റ്റ് ആണ്. നമ്മുടെ പന്നിക്കൂട്ടം കിടക്കുന്ന സ്ഥലം അവിടെ എങ്ങാണ്ടാണ്. ഇത് അവിടെ അതെ പുല്ലൊക്കെ മാറിയിട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ വയലറ്റ് ഫ്ലവേഴ്സ് നമുക്കിത് പറിക്കണ്ടേ? പറിക്കണം, നല്ല പണിയാ. അതൊക്കെ നല്ല ക്യാമറ നല്ല ഒപ്പി എടുക്കണം. അതെല്ലാം കാണുന്നവരുടെ കണ്ണടിച്ചു പോലെ. എന്താ പറയുന്നത്? കുറിഞ്ഞിപ്പൂ ഉണ്ടായോ? കുറിഞ്ഞിപ്പൂ ഉണ്ടായില്ല, മനസ്സിലായോ? ഒന്നുകൂടെ കേക്കണല്ലോ. ഇതിന് 4 പൂവാണ് ഗൈസ് മോസ്റ്റ്. ജീവനെ കൊണ്ട് വലിയ മാവേലി വന്നു വലിയ ചടങ്ങ് കൊണ്ട്. അങ്ങോട്ട് ഇവിടെ പിന്നെ കുഞ്ഞാച്ചി പോയ വഴിയാണ്. ആടാ നിന്റെ രൂപത്തിലാ പോലെ. അല്ല ഇടയ്ക്ക് എനിക്ക് നിന്റെ രൂപ അല്ല മായാവിയാണേ. മായാസുരനാണ്. എന്താണ് മാരീജനാണോ? ഇന്നലെ വാവാരി രാത്രിക്ക് മോങ്ങുന്ന കേട്ടായിരുന്നു ചേച്ചി. അവിടുന്ന് നോക്കുമ്പോ എന്താ ഒരു എലി രാവിലെ ചത്തെടുക്കുന്നുണ്ടല്ലോ ഞാന് വീട്ടുമുറ്റത്ത്. കാണിക്കട്ടെ ലൈറ്റ് യെല്ലോ കളറുള്ള പൂവാണ് കാണുന്നതുണ്ടോ? നമ്മൾ ലൈറ്റ് എല്ലാം കണ്ടു, ഓറഞ്ച് കണ്ടു, പിന്നെ ഇത് റോസ് കളറുള്ള ഫ്ലവർ ആണ് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ. ഞാൻ കാണിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത്. റോസ് ഫ്ലവർ കണ്ടില്ലേ? ഇനി പിന്നെ നമ്മുടെ തുമ്പിപ്പൂക്കൾ. തുമ്പിപ്പൂക്കൾ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ തുമ്പപ്പൂവാ. നമ്മൾ പറയുന്ന കളറുള്ള തുമ്പാതാണ്. തുമ്പ പോലെ തന്നെ തോന്നില്ലേ? കാണുന്നുണ്ടോ? ഇതുണ്ടോ തുമ്പപ്പൂക്കൾ? തുമ്പ നഖം കണ്ടോ? എടാ നിന്റെ അയോജകമായ ശബ്ദം. ഞാൻ ഇന്നലെ ഫോൺ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് ഒരാളുടെ വ്ളോഗ് ഇന്ന് മിസ്സിംഗ് ആണ്. പങ്കന്റെ വ്ളോഗ് ഇല്ല ഗൈസ്. വാവാറ്റ വ്ളോഗ് സാരല്ല, നാളെ ചിത്രയല്ലേ, ചിത്ര വ്ളോഗ് വരുന്നുണ്ട് പങ്കന്റെ. കാരണം നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കും. ഞങ്ങൾ ഈ ഒരു തിരുവോണത്തിന് ഞങ്ങൾ 3 പേരും കൂടെ കൊളാബ് ചെയ്തിട്ടാലോ നോക്കും. അവസ്ഥയാണ്. പക്ഷെ എനിക്ക് ക്യാമറ ഉണ്ടെങ്കിലും ഗായ്സ്, എനിക്കായാലും ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി ആയിട്ടുള്ള ഡിവൈസ് ആണ്. പക്ഷെ ഫോണാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് വേണ്ട. കാരണം എന്റെ മറ്റേ മമ്മേന്റെ ഫോൺ പണി മുടക്കിയിരിക്കും. വീഡിയോ ഇടാൻ വേണ്ടി ഒരു ഡിവൈസ്. പങ്കന്റെ ഫോണാണ് കുറച്ചുകൂടി ഒരു ഇത് ഉള്ളത്. അതുപോലെ ക്യാമറ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്യാമറയിൽ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് ഇടാൻ പറ്റും. പക്ഷെ നമ്മൾ ക്യാമറ ഫോണിലും നമ്മൾ ആദ്യം നമ്മുടെ ക്യാമറ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അതാണ് ഒരു സീൻ. എല്ലാം പള്ളിയാണ് ഗൈസ്. പോക്കറ്റിലേക്ക് പണി കിട്ടിയിരിക്കുകയാണ്. അത് കാരണം തൊഴേണ്ടത്. കാരണം നമ്മുടെ എല്ലാവരുടെയും വീഡിയോ വ്ളോഗ് ഒന്ന് ഓർത്ത് 1 മണിക്കൂറിന്റെ ഒക്കെ വ്ളോഗ് ഈ ഫോണിൽ എത്ര പേരുടെ അല്ലേ? അത് തിരുവോണത്തിന്റെ അവസ്ഥയാണോ? അത് തന്നെ. ഇവിടെ വേറൊരു പൂവുണ്ട് കേട്ടോ. ഈ പൂവിന് അല്ല പട്ട ചക്ക മുളച്ച് നിക്കുന്നാണ് വിചാരം. നമുക്ക് തൂക്കിയിടാം. ഇവിടെ ഒരു വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ അല്ലതേ ഇതുണ്ടോ? ഇതുണ്ടോ? ഇതിന് കേട്ടാ മോനെ എന്നാ കയ്പാന്നറിയേ. കേശവർദ്ധിനി. നമ്മള് ഹെയർ ഗ്രോത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞു കൊടുക്കണ്ട ചേച്ചി. ആരും കേട്ടില്ല. ഞെറ്റിന്റെ കേശം വർദ്ധിച്ചത് അത് കാരണമാണ്.
ഇത്രയുണ്ടായിരുന്നു ഞാനും ഭയങ്കര വീട്ടില് മുടിനെ ഈ പ്രാവശ്യം ഉണ്ടായ ഹെയർ നല്ല മുടിയാട്ടോ. വെട്ടുണ്ടല്ലോ, എന്താ വെട്ടാൻ തോന്നേ ഇല്ല. അതുകൊണ്ട് ഞാൻ മുടി വെട്ടുന്നില്ല. ഞങ്ങള് നീട്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എല്ലാരും സന്തോഷിച്ചു. കാരണം കൊറേ ഗൈസിനോട് പറഞ്ഞിട്ട് അതിന്റെ കൂന്തൽ വളർത്തി കാണണം. സത്യം കൂന്തലല്ല. എത്ര വർഷമായി? 1 വർഷം. 1 year ആയി ഗൈസ് നമ്മൾ മുടി വെട്ടിട്ട് 1 വർഷമായുള്ളൂ. 1 വർഷം കഴിഞ്ഞു. അപ്പോൾ മുടി ഇത്രയും കഴിഞ്ഞ മെയിനാണ് ഞാൻ വെട്ടിയത്. ആണോ? നന്നായി. അതെ 2025 2026. അതെ. യാ. അപ്പൊ ഇനി നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഈ മരം മുറിക്കുന്ന വെച്ചാൽ എന്തൊരു ബോറാണ്. അരോചകം. അല്ല നമ്മളെന്താ നാട്ടുവിശേഷം പറയണോ? മമ്മ ഇപ്പൊ ചോദിച്ചോട്ട് ഓടി വരും. ഇതുവരെ ഇട്ട് കഴിഞ്ഞില്ലേ പിള്ളേരെന്നായിരിക്കും മമ്മ ചോദിക്കുന്നത്. പിള്ളേര് എവിടെ പോയാലും പോയോടത്ത് അല്ലേ? പോയോടത്ത് എനിക്കെങ്കിലും ബോധമുണ്ടോ? അങ്ങനെ വന്നിട്ട് പിന്നെ ചെറുതാന്ന് വിചാരിക്കാം. ഞാനാണ് മോസ്റ്റ്. അതെ, വഴക്ക് കേൾക്കുന്നത് അവര്. നമ്മൾ ഈ ചേളാകൊക്കെ ഇട്ട് ഈ കാട്ടിലേക്ക് എങ്ങനെ കേറും? മറ്റും നനഞ്ഞിറങ്ങാൻ പാവാണ് തന്നെ. സത്യം. ഇതുകൊണ്ടോ ഗൈസ്, ഇതുണ്ടല്ലേ ഞങ്ങക്ക് ഇങ്ങനെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഉടുത്ത് കഴിയുമ്പോ ആ നേരിട്ട് കാണണം ഞങ്ങളെ ഗൈസ്. സത്യം പറയില്ല, ഞങ്ങൾക്ക് നേരിട്ടാണ് ഗൈസ് ഓറയുള്ളത്. ഉള്ള കാര്യം പറയല. ക്യാമറയിൽ ക്യാമറയ്ക്ക് അതിനൊരു പരിധിയൊക്കെ ഇല്ല. നേരിട്ട് കാണണം ഗൈസ്. സത്യം പറയാം, നേരിട്ടല്ലേ മ്യൂസ്റ്റ്. ക്യാമറയിൽ ഒരു മ്യൂസ്റ്റ് ഇല്ല അല്ലേ? എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതേടാ മോസ്റ്റ് കാട്ടിലാണ് നമ്മൾ ഷട്ടിൽ കാട്ടിൽ ചോദിക്കണോ? ഞങ്ങളിത് ഇവിടെ കാട് വെട്ടുന്ന സമയത്ത് ഈ പ്രാവശ്യം കാട് വെട്ടാൻ ഇതിന്റെ ഓണർമാര് വന്നില്ല. അല്ലേ പറ്റി? ഓണർമാര് വന്നില്ലല്ലോ. നമ്മളാ പന്നി പിടിച്ചോട്ടെന്ന് ഓർത്ത് വന്നില്ല. ഈ പ്രാവശ്യം കാട് വെട്ടിയില്ല. നാളെയല്ലേ ഇവിടുത്തെ കാട് വെട്ടിട്ട് അപ്പുറത്തന്നെ കാട് വെട്ടി. ഇതുണ്ടോ ദൈവമേ, ഇതുകൊണ്ടോ ഗായ്സ് ഞങ്ങൾ ഇവിടെ നിന്ന് ഷട്ടിൽ ബാറ്റ് കളിച്ച് ഓർമ്മകൾ അയവറക്കുന്നു ഞാൻ. അപ്പൊ ഗായ്സ് നമുക്കിനി എന്നാ ചെയ്യാം? ഇതേ പൂക്കളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഗായ്സ് നമ്മള് പൂക്കൾ വെക്കാൻ പോലെ അപ്പൊ ഇതേ ഇവിടെ ചിലരൊക്കെ പൂക്കൾ പറിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആകെയുള്ള കാഴ്ച ഇത്രയും പൂവുള്ളൂ. ചോദിച്ചാണ് ഞങ്ങൾക്ക് ഈ 10 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ. കണ്ട ഇലയും ചപ്പും ചവറും അങ്ങനെ ഇട്ടോ പ്ലാസ്റ്റിക് കത്ത എല്ലാം ഇടും. യെസ് ഗായ്സ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മോസ്റ്റ് ആയിട്ട് നമ്മുടെ പൂക്കളെല്ലാം നമുക്ക് പറിച്ച് മോസ്റ്റ് നമുക്ക് എന്താ പൂക്കളൊക്കെ അടിപൊളിയാക്കിട്ടിടണം. ഇതുകൊണ്ട് ഇവിടെ 2 പേര് ഞങ്ങൾക്ക് കൂട്ടിന് വന്നിട്ടുണ്ട്. ചക്കര കുഞ്ഞേ, കുഞ്ഞു ചക്കരയാണോ ഇത്? പോക്കിവാൻ, എവിടെ പോയാലും കൂടെ വരുന്നത് ഇവരാട്ടോ. കട്ടിലേ ഒരുത്തം കിടക്കുന്നുണ്ട്. അവൻ പഞ്ചാരി ഞാൻ പറഞ്ഞ അവൻ വൊമിറ്റ് ചെയ്തോണ്ട് അവന് സുഖമില്ല കേട്ടോ. അപ്പൊ അവന് വയ്യില്ലായിരുന്നെങ്കിൽ അവനും കൂടെ വന്നേനെ കേട്ടോ. അപ്പൊ ഉണ്ടത് തല്ലിപ്പോയി ഗായ്സ്. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ വെള്ളം വീണിട്ട് അവിടെ 2 സാധനങ്ങൾ കിടന്ന് കണ്ടോ ഞാൻ പറഞ്ഞില്ല. അതേപോലെ ആ മോന്ന നോക്കി ശരിക്കും. നീ ചിരിക്കല്ലേ, നിന്റെ ഓർമ്മ. ചിരി വരുമ്പോ അയ്യോ പല്ല് ക്ലീനാക്കണോ? അയ്യോ ഇത് കുതിര തന്നെ. ഓ പറയുന്ന എരുമയോ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പോലെ പൂവേ പോലെ പൂവേ 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 പോലെ പൂവേ 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 പോലെ പൂവേ പോലെ പൂവേ 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 പോലെ പൂവേ പൂവേ.
ഗായ്സ് അപ്പൊ നമ്മളങ്ങനെ പാട്ടൊക്കെ പാടി നമ്മളെ പൂക്കളൊക്കെ നമ്മൾ പച്ചോണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഇനി എന്ത് ചെയ്യണം? അതന്നെ എപ്പോഴും അവിടെ ഇവിടെ പിടിച്ച് വലിക്കലാണ് കേട്ടോ. അപ്പൊ നമുക്കിനി കുട്ട നിറച്ച് നമുക്കിനി പൂക്കളുകൾ ശേഖരിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ധാരാളം നമുക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടോ ഒരുപാട് ഇവിടെ വിഡേലിയ പൂക്കളുണ്ട് ഗായ്സ്. അപ്പൊ നമുക്ക് വിഡേലിയ പൂക്കളും കൂടി ശേഖരിക്കും. നമ്മുടെ ഓണത്തിന് മോസ്റ്റ് ആയിട്ട് വരവേൽക്കാൻ വരുന്ന ഒരു പൂക്കളുകളിൽ ഒരു പൂവാണ് നമ്മുടെ വിഡേലിയ. ഈ വിഡേലിയ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ആയിട്ട് എന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കഷ്ണം കിടന്ന് ഞാൻ നിറച്ച് കാടാവും. ഇത് ഞങ്ങൾ നമ്മളെ വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. എന്തിന്? നല്ല കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അവിടെ നല്ലൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആവുമെന്ന് ഓർത്തിട്ട് കൊണ്ട് നട്ടതാ. പക്ഷെ വീട്ടിൽ പിടിച്ചില്ല. അതാണ് ഒരു ഇതെന്ന് പറയുന്നത്. സാരല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീടയിലെ പൂക്കൾ ഇതേപോലെ നമുക്കിങ്ങനെ പറിച്ചെടുക്കണം. പറിച്ചെടുക്കുമ്പോൾ പാടേണ്ടതെന്നറിയോ? പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ഇതുണ്ടോ സ്നെയിലിരിക്കുന്ന ഗൈസ്? പൂക്കളിൽ കണ്ടോ സ്നെയിലിരിക്കുന്നത്? ഇപ്പം എല്ലായിടത്തും ഇതേപോലത്തെ സ്നെയിലുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ സ്നെയിലുകളുണ്ട്. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ സ്നെയിലുകളാണ് നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ ഇവനെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ കയ്യിൽ ഇതേൻ്റെ ഗ്ലൂ ഒക്കെ ആയിട്ടുണ്ട്. സാരല്ല. അപ്പോൾ നമുക്കിതേ മോസ്റ്റ് ആയിട്ട് ഇതേ ഇത്രയും പൂക്കൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നമുക്ക് ഇനി ഒരുപാട് പൂക്കൾ നമുക്ക് പറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അത്രയും പൂക്കൾ നമുക്ക് എന്തായാലും പറിക്കണം നമ്മൾ ഓർക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യൂ, പൂക്കൾ പറിക്കൂ, അടിപൊളിയാക്കൂ ഗായ്സ്. പോക്കിമോൻ കൂടെ വന്നിട്ട് പങ്കന്റെ മേത്ത് മരത്തെ പിടിച്ച് കയറുന്ന പോലെ കയറില്ല കേട്ടോ. എന്റെ ദൈവമേ, എന്തിനാ എന്നെ കൊല്ലുന്നേ? പ്ലീസ് എന്നെ വിടൂ പ്ലീസ്. എന്നാ എന്റെ കുഞ്ഞേ, എന്താ പറയുന്നേ? എന്താ പ്രശ്നം? നിങ്ങളുടെ പൂക്കൾ പറിക്കാൻ മഞ്ഞാണോ മേത്ത് കയറി നിക്കാൻ മഞ്ഞാണോ? എങ്ങോട്ടായി നോക്കുന്നേ? ഇതിന് ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? അതിന്റെ വൈബ്രേഷൻ ഉണ്ടല്ലോ, അങ്ങനെ കൂടും കുറയും ചെയ്യും. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. വെറുതെ അല്ല ഇനി എന്റെ അടുത്ത് വരില്ല. ടാറ്റാ. മാക്സിമം ഞാൻ നമ്മൾ ഇത്രയും പൂക്കൾ പറിച്ചിട്ടുണ്ട്. ഇനി ആരാ വരുന്നത് ഇങ്ങോട്ട്? ആർക്കറിയാം ഗൈസ്. അപ്പൊ ഇത്രയും പറിച്ചിട്ടുണ്ട്. അയ്യോ, തറ കൊണ്ട് മേടിക്കുവോ? ഇതെന്താ രാവിലെ അതന്നെ സത്യം. കുറച്ച് തരാം ഗൈസ്. വന്നോളൂ. അപ്പൊ ഗൈസ് നമുക്ക് വേഗം പൂക്കൾ പറിച്ച് ഫിനിഷ് ആക്കിയിട്ട് പൂക്കളം ഇടാൻ വേണ്ടി പോവാം.
നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ പറിച്ചതാ റെഡിയാക്കി സെറ്റാക്കി ഇതേ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യണമെന്നറിയോ, ഓർഡർ ആക്കി വെക്കണം. എങ്കിലാണ് നമുക്ക് പൂക്കളം ഇടുമ്പം കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ കഴിയുള്ളൂ. അപ്പം നമ്മളിനി ഇതേ നമ്മുടെ ഈ മോസ്റ്റ് പന്നിക്കാട്ടിൽ നിന്ന് നമ്മൾ സ്ഥലം വിടുവാണേ. ഇതുണ്ടോ മോസ്റ്റ് ആയിട്ട് പൂക്കൾ നമ്മൾ ഇത്രേ പറിച്ചുള്ളൂ. കാരണം ഈ അമ്മച്ചി പറഞ്ഞ അത്താണ്, പിന്നെ നമുക്ക് കുറച്ച് പൂക്കൾ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ 10 ദിവസം നമുക്ക് ഈ പൂക്കൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരുപാട് സ്ഥലത്ത് പോയിട്ട് നമ്മൾ പൂക്കൾ പറിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ എല്ലാ പൂക്കളം എന്താ പറയുന്നത്, എല്ലാ ഓണത്തിനും കാഴ്ച നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ പൂ വാങ്ങി ഇടാറില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിലുള്ള പൂക്കൾ പറിച്ചിട്ടാണ് നമ്മൾ എല്ലാ ഓണത്തിനും നമ്മൾ പൂക്കൾ ഇടാറുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ. യെസ്, അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പറമ്പിൽ നിന്നുള്ള പൂക്കൾ പറിച്ചാണ് ഗൈസ് നമ്മൾ മോസ്റ്റ് ആയിട്ട് പോയിടുന്നത്. അപ്പോൾ ഇത്രയും പൂക്കളാണ് നമുക്കിന്ന് കിട്ടി. നമുക്ക് ഇനിയും നോക്കിയാൽ നമുക്ക് ഇനിയും കിട്ടിയേനെ, പക്ഷെ നമുക്ക് ഇന്ന് ചെറിയ പൂക്കളം മതി എന്ന് പറഞ്ഞുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൂക്കൾ മതി. ഇനി നമുക്ക് ഈവനിങ്ങിലൊക്കെ നമുക്ക് പൂക്കൾ പറിച്ചു വെച്ചാൽ എന്താ കുഞ്ഞിക്കുട്ടൻ പൂക്കൾ പറിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വേഗം നമുക്ക് പൂക്കൾ ഇടാൻ പറ്റും. കാരണം നമുക്ക് പൂക്കൾ പറിച്ച് നമുക്ക് ടൈം കളയേണ്ട ആവശ്യം വരില്ല ഗൈസ്. അങ്ങനെ ഒരു കാര്യമാണ്, നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇത് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെ. കാരണം നമ്മൾ ഈ പൂക്കൾ ഇങ്ങനെ കുടഞ്ഞിടുന്നുണ്ടല്ലോ, അത് അതിമനോഹരമായ കാഴ്ചയാണ്. എല്ലാ പൂക്കളും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ പൂക്കൾ അധികം നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഇലകൾ പൂക്കളിലേക്ക് നമ്മൾ ചേർക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇലകളും കൂടി വരുമ്പോഴാണ് നമ്മുടെ പൂക്കളം മോസ്റ്റ് ആവുള്ളൂ. കാരണം ആ ഒരു ഗ്രീൻ കളർ, കുറേ അല്ല, ഇടയ്ക്കൊരു ഗ്രീൻ കളർ വരുന്ന വളരെ രസമാണ് ഗൈസ് കാണാൻ. അപ്പം അമ്മ കുറച്ച് പൂക്കൾ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തുളസി ഉണ്ടായിരുന്നു. തുളസീൻ്റെ കതിര് നമ്മളൊരു 3-4 കതിര് നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ അത്തം ദിനത്തിൽ നമ്മൾ പൂക്കൾ ഇടുമ്പം തുമ്പപ്പൂവും അതുപോലെ തന്നെ തുളസിയും മാത്രമാണ് നമ്മൾ ഇടുക. പണ്ടുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുള്ളതാണ്. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ 3 പൂവാം, പിന്നെ 4 പൂവാം, 5 പൂവാം, അങ്ങനെ തിരുവോണം വരുമ്പോൾ നമ്മളങ്ങനെ 10 പൂവാം. അങ്ങനെ പൂക്കളുടെ എണ്ണം നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് വരും നമ്മൾ ഓരോ ദിവസത്തിൻ്റെ കണക്കനുസരിച്ചിട്ട്. പക്ഷേ നമ്മളെന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡിസൈൻ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അത്രയും പൂക്കൾ പറിക്കുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ പൂക്കൾ ഇടുന്നതില്ല. അതിനൊരു ഇതൊന്നുമില്ല. നമ്മളെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഐശ്വര്യത്തോടെ നമ്മൾ പൂക്കൾ മോസ്റ്റായിട്ട് ഇടുന്നു, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പം നോക്കിക്കേ, നമ്മുടെ മാവേലി മന്നൻ ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവറാണ് നമ്മുടെ തുമ്പപ്പൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവോണം, അത്തം 10-ന് തിരുവോണം. അപ്പോൾ നമ്മുടെ അത്തത്തിന് ഈ പ്രാവശ്യം അത്തം 10-നല്ല തിരുവോണം, അത്തം 11-നാണ് കഴിച്ച് തിരുവോണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചോതി 2 ദിവസം വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ മോസ്റ്റ് നാളാണ് ചോതി. അപ്പം എൻ്റെ നാള് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം അത്തം 11-ന് തിരുവോണമാണ് കേട്ടോ ഈ പ്രാവശ്യം. അപ്പം എന്നാ പറയുന്നത്, കുഞ്ഞുകൂട്ടം കിടന്നിട്ട് കാർച്ചയാണ് കേട്ടോ ഗൈസ്. നല്ല രാഗങ്ങൾ കേൾക്കുന്നില്ല. അപ്പം നിങ്ങളിത് ഏത് രാഗമെന്ന് പറ ഗൈസ്. അപ്പം നമ്മളെന്താ പറഞ്ഞു തന്നെ, നമ്മുടെ മാവേലി മന്നനല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവറാണ് തുമ്പപ്പൂ എന്ന് പറയുന്നത്. കാരണം അത്രയും തുമ്പച്ചെടി എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഇച്ചിരി വലിയ ചെടിയാണ്. എന്നിട്ട് തുമ്പപ്പൂ എന്ന് പറയുന്നത് അത്രയും ടൈനിയാണ്. ടൈനി എന്ന് പറഞ്ഞാൽ അത്രയും കുഞ്ഞു ചെടിയാണ് തുമ്പ എന്ന് പറയുന്നത്, തുമ്പപ്പൂ എന്ന് പറയുന്നത്. നമ്മുടെ പാർവതി ദേവീൻ്റെ കാൽപാദമാണെന്നാണ് പറയുന്നത്. നമ്മുടെ നിങ്ങൾ ആ തുമ്പപ്പൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും ഒരു കാൽപാദത്തിൻ്റെ അതേ ഷേപ്പാണ് തുമ്പപ്പൂവിന് കേട്ടോ, ശ്രദ്ധിച്ചവർക്കറിയാം. അപ്പം നോക്കിക്കേ, നമ്മൾ പൂക്കളെല്ലാം മോസ്റ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പൂക്കളത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പപ്പൂ വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഐശ്വര്യമാണ് ഗൈസ്. അപ്പം നമുക്ക് എന്തോ തുമ്പപ്പൂ കിട്ടില്ല. വയലിൽ പോയായിരുന്നെങ്കിൽ വയലിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്നല്ല, ചാണകം എടുക്കാൻ പോലും ചാണകം ഇല്ല, പിന്നെന്താ മണ്ണില്ല, വയലൊക്കെ മുഴുവൻ മാറി മറിഞ്ഞു. അതുകൊണ്ട് തന്നെ തുമ്പപ്പൂ ഇല്ല ഗൈസ്. നമുക്കിനിയിപ്പോൾ നമ്മൾ പേരക്ക പറിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് പേരക്ക പറിക്കുമ്പോൾ നമുക്ക് ചെടിയിൽ നിന്ന് തുമ്പപ്പൂ കിട്ടുവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നിർബന്ധങ്ങളൊന്നുമില്ല, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് വെച്ച ഫ്ലവേഴ്സ് കാണാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പൂക്കളിടുമ്പം അടിപൊളിയായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതേ പൂക്കളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പാകത്തിന് ഇതേ പൂക്കൾ ഞാൻ അടിപൊളിയായി ഓർഡർ ആക്കി ഇതേ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ഫ്ലവേഴ്സാണോ ഉള്ളൂ. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 3, 3, 6, 1, 7. അപ്പം 6 ഫ്ലവേഴ്സും ഒരു ഇലച്ചെടി, നമ്മുടെ തുളസി. അപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ, ഗ്രീൻ കളർ നമ്മുടെ പൂക്കളത്തിൽ വരുമ്പം വേറൊരു രസമാണ്. ഒരുപാടായാൽ ബോറാണ്, കുറച്ചൊക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റായിട്ട് നമ്മുടെ പൂക്കളം
ഇതാ ഇവിടെ നമ്മുടെ പൂത്തറ അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂക്കളം നമുക്ക് തയ്യാറാക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂക്കളം ഇടുവാണല്ലോ, അപ്പം നമ്മൾ പൂക്കളം തയ്യാറാക്കാന്ന് പറയില്ല, അത്ത ഇടാന്ന് പറയുള്ളൂ. അതൊരു മോസ്റ്റാണ് കഴിച്ചത്. എപ്പോഴും നമുക്ക് അത്ത ഇടാൻ പോകാന്ന് പറയുള്ളൂ. അത്തം ദിനത്തിലാണല്ലോ പൂക്കളം ഇടാൻ തുടങ്ങുന്നത്, എങ്കിലും നമ്മൾ പറയും അത്ത ഇടാൻ പോകാന്ന് പറയും. സോ ഫണി ഒക്കെ പോട്ടെ. അപ്പോൾ അതേ വെയിൽ പതുക്കെ വരുന്നുണ്ട്, പക്ഷെ മഴയും വരുന്നുണ്ട്. വെയിൽ വരുന്നുണ്ട് അതിന് ചേട്ടൻ നമ്മൾ മഴേനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റായിട്ട് നമ്മുടെ പൂക്കളം റെഡിയാക്കാം. അപ്പോൾ ഗായ്സ് റെഡി അല്ലേ? ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പം നമുക്ക് നമ്മുടെ പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് എന്തിടൂന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് വേണോ? തുളസി എന്തായാലും മസ്റ്റാണേ. അപ്പം നമുക്കിത് റൗണ്ടിൽ കൊടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന കേട്ടോ. വാ, ഇത് മോസ്റ്റായിട്ട് ഇത് പറിക്കാം. ഇത് നമുക്ക് ഇട്ടോ കേട്ടോ. ഇതേ ഗായ്സ്, ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. ഈ ഒരു ആനമഴ വരുന്നുണ്ട്, അതിന് മുമ്പ് നമുക്ക് എന്തായാലും പൂക്കളം മോസ്റ്റായിട്ട്. ഇതാണോ സെൻറ്റർ? അല്ല, പിന്നെ ഇത് സൈഡായിട്ട് കുറച്ചും കൂടി നീക്ക്. ഇവിടെ കുറച്ചുകൂടി ഇവിടെ. ഇത് ഇതോ എടുക്ക്. ഇവിടെ 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 ഇവിടെ. എനിക്ക് ഇവിടുന്ന് നോക്കുമ്പം ഇത് തന്നെയല്ലേ? നോക്കണോ? എങ്ങനെയുണ്ട് അറിയില്ല കേട്ടോ. എൻ്റെ ഒരു നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തു നോക്കാം, രസമുണ്ടോ നമുക്ക് ലാസ്റ്റ് നോക്കാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ മാറ്റുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടേ. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെയാണല്ലോ നമ്മൾ ചെയ്യുക ഗൈസ്. അതെ അല്ലേ? അപ്പോൾ ചെരിഞ്ഞു കാണുന്നില്ല ശരിക്കും അങ്ങോട്ട്. മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി വെച്ച് നമുക്കിനി ഡിസൈൻ ചെയ്യാം. ലെറ്റ്സ് ഗോ. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ മോസ്റ്റ് ആയിട്ട് എന്നാ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് പാരിജാതം ഇടായിരുന്നു അല്ലേ നടുക്ക്? ഇപ്പോഴും പൂക്കളോ? അയ്യോടാ, ഇതേ ഈ സമയത്തൊന്നും പാരിജാത പൂക്കൾ ഇല്ലാത്തയാണേ. ആദ്യമായിട്ടല്ലോ ഇങ്ങനത്തെ ഇങ്ങനെ ഇത്രയും നാളും പാരിജാതം നിൽക്കുന്ന ഫസ്റ്റ് ടൈം. എന്താ അത്ഭുതം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടാവും ഉണ്ടെന്ന് തോന്നുന്നു. അറിയില്ല, കണ്ടറിയണം. നമ്മളിതേ മോസ്റ്റായിട്ട് നമ്മളെ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അല്ലേ? അത് തന്നെ. ഒരു സാധനം ഞാൻ പറിച്ചു തരാം. സാധനം പറിക്കണ്ട, പൂ പറിച്ചാ ശരിക്കും. ശരിക്കും ഇതുണ്ടോ? കണ്ടു. എങ്ങനെയുണ്ടോ നോക്കിയേ? അടിപൊളിയായിട്ടുണ്ട്. കാണാനാണോ നേരിട്ട് കാണാനാണോ രസം? എനിക്കൊന്ന് ക്യാമറയിൽ നേരിട്ടും അടിപൊളി. ക്യാമറയിൽ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായി. ക്യാമറയിലാണ് മോസ്റ്റ് ആയിട്ടുണ്ടല്ലേ. ഗായ്സ് നോക്കൂ. ഇപ്പോഴാണ് നമ്മൾ ആ പാട്ട് പാടണത്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ഇവിടെ ജുവാനെ ഒരു റോസൊക്കെ പറിക്കാനല്ലോ. പൂവിടാൻ വരുന്നെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ആളെ കാണുന്നില്ല. ഇതാരാ? പിന്നെ ഗുർഗുർ ഇവിടെ കേൾക്കാലോ എല്ലാവർക്കും. ഇവിടെ കേൾക്കാലോ എല്ലാവർക്കും. ഇത് എൻ്റെ സ്നേഹമുള്ള വയ്യാത്ത കുഞ്ഞാണിത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വയ്യാന്ന്. ആ കുഞ്ഞാണിത് കേട്ടോ. നമ്മൾ സ്നേഹം വരുമ്പോൾ വിളിക്കും. ഇത് പഴമാണ് കേട്ടോ, പുഴുങ്ങിയ പഴങ്ങളാണ് ഇവർ. പുഴുങ്ങിയ പഴമാണ്, ഭയങ്കര പഞ്ചപാവാണ് അല്ലേ? ഇപ്പൊ എന്താണോ അസുഖം വന്നിരിക്കുമ്പോ നമ്മൾ എടുക്കുന്നതും പിടിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. പൂക്കളെല്ലാം കൂടുന്നുണ്ടോ? എന്താ പോക്കീനെയും പുഞ്ചീനെയും പഞ്ചീനെയും ഒക്കെ ഒരേപോലെ ഉണ്ടല്ലേ കാണാൻ? ആഹാ, പങ്കം വന്നല്ലോ. ചക്കരക്കൊട്ടിന് അക്വാറിയത്തിന്റെ തിരിപ്പുണ്ട് ഗൈസ്. ഇതാണോ പറിക്കാൻ പോയ സൂത്രം? പങ്കൻ മോസ്റ്റ് എടുത്തേ സൂത്രം ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്ത് സൂത്രം? അത് നല്ല രസത്തിൽ പ്ലേസ് ചെയ്ത് നിങ്ങള് എങ്ങനെയിടും? ഇതല്ലേ നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തോ. അതൊരു കാര്യം ചെയ്താലോ, ഇതിന്റെ ഇവിടെ ഇട്ടാലോ പങ്ക? സെന്ററിലല്ലേ? പക്ഷെ ഇത് എങ്ങനെ വെക്കാൻ റിസ്ക് ആടോ? അത് തന്നെ, കുറച്ച് റിസ്ക് ഒക്കെ നമ്മൾ എടുക്കണം.
അതെ, നമ്മള് റിസ്ക് ഉള്ള പണി എടുക്കും അവസ്ഥയാവും. റിസ്ക് ഇല്ലാത്ത പണി എടുക്കും അവസ്ഥയാവും. കഷ്ടപ്പാടിനുള്ള റിസൾട്ട് ഇല്ല ഗൈസ്, അതാണ് ഒരു പ്രശ്നം. എത്ര കഷ്ടപ്പെട്ടാലും അതിനുള്ള റിസൾട്ട് ഇല്ല. കർമ്മം ചെയ്യ് കർമ്മഫലം ഉണ്ടെന്ന് പറയും, പക്ഷെ ഞങ്ങൾക്ക് കർമ്മം മാത്രമേ ഉള്ളൂ, നോ കർമ്മഫലം. എന്താ ഒരു കുഴപ്പമുണ്ടോ? ഇല്ലല്ല, രസമുണ്ട് ഇട്ടോ. ഇതിവിടെ ഇല്ല, അതാണ് കുഴപ്പം. അതവിടെ വെച്ചോ. അവിടെ വെക്കത്, അവിടെ വെച്ചോടാ. അത് ശരിയാവില്ല. ഇതാ പുളിയുള്ള ഫ്ലവർ അല്ലേടാ? അപ്പൊ ഇവിടെ ഫ്ലവർ ആണ്. ഒരെണ്ണം കൂടെ വേണം കുഞ്ഞേറ്റി. ഇതാ അവിടെ ഒപ്പിക്കാൻ പറ്റുമോ? ഇനി ഉണ്ടോടാ? പറ്റുമോ? ഉണ്ടോ? നമ്മളിങ്ങനെ ഐഡിയകൾ ഇങ്ങനെ ചിന്തിച്ചോണ്ടേ ഇരിക്കുവാണ് ഗൈസ്. അപ്പം ചിലപ്പോൾ ഞങ്ങളെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഈ ഡിസൈനൊക്കെ ചിലപ്പോൾ മാറ്റിന്നൊക്കെ വരാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കാണുന്നതല്ല, നിങ്ങൾ പിന്നെ കാണുന്നത്. അപ്പൊ നമുക്ക് സെറ്റാക്കാം. കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അല്ലെന്ന് തോന്നാൻ മാഷിക്ക് ഭഗവതി പരിചയമൊന്നുമില്ലല്ലോ. അങ്ങനെ ജുവാന എവലിൻ റോസ് ദേ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, മോസ്റ്റ് ആയിട്ട് ദേ പൂക്കളം അമ്മേന്റെ നെയ്യപ്പത്തിലാണ് ഞങ്ങൾ പൂക്കളം ഇടുന്നത്. ഇനിയിപ്പോ അവിടെ ഒരു വെള്ളപ്പൂവും കൂടി വേണമായിരുന്നു. അവിടെ വെള്ള ഇടണോ? ആ വെള്ള അവിടെ ഇടണോ അമ്മ? അല്ലെങ്കിൽ ആ വെള്ള ഇവിടെ വെച്ചാലോ? കിട്ടിയോ? ആ എന്നാ കുഴപ്പമില്ല. പങ്കപ്പൻ പങ്കപ്പൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. രസം ഉണ്ടാവോ അമ്മ? അടിപൊളി. ആ ഇവിടെ ഇവിടെ കൂടി വെക്കാം. ഗൈസ് നോക്ക്, നല്ല രസല്ലേ? അവിടെ പിന്നെ എന്തിട്ടല്ലേ നല്ല രസം. എങ്ങനെയാ വെക്കാൻ പോലെ? ആ കേട്ടോ, നോക്കാം അമ്മ ഇടുന്നത് എങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഈ നീട്ടി 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 തന്നെ വെക്കേ. അതാ അങ്ങനെയല്ല അമ്മ, ഇങ്ങനെ ഇങ്ങനെ വെച്ചൂടെ? അങ്ങനെ വെച്ചാൽ പറ്റില്ലടാ. ഓ രസം വന്ന ഒരാള് വന്നേക്കുന്നു ഇല്ലേ പറ്റി? അതാ ഗായ്സ്, ശിവന്മാരുടെ ഒരു സ്വഭാവമാണ്, എത്ര വയ്യെങ്കിലും അവന്മാര് കളിക്കാൻ പോകും. ഇതാണ് കണ്ടുപിടിക്കേണ്ട കാര്യ. കണ്ടില്ലേ? ഞാൻ ഓർക്കുന്നു കളിയെങ്കിലും എന്റെ കളറൊക്കെ എന്റെ ഡ്രസ്സിന്റെ. അയ്യോ ഇതല്ലേ പുളിയുള്ള ഫ്ലവർ. ഇത് അത് ഇതുണ്ട്. ഇത് നോക്കി, ഇത് നോക്കി കളർ നോക്കട്ടെ. സെയിം ടു സെയിം കളർ. ഇതെന്താണ്? ഇന്ത്യൻ മം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗൈസ്? പിന്നെ മാവാക്കി ഞങ്ങൾ ഇത് ശരിയാക്കി. മഞ്ഞക്കളായല്ലോടാ. എന്റെ ദൈവമേ, അമ്മ എല്ലാം നോക്കുക. അമ്മ കൊളാക്കാൻ വന്നതാ. പിന്നെ ഇത് കാവിലെ ഭഗവതി തന്നെയാണോ? അതെ അല്ലേ ഭഗവതി? ഓർഡർ ആക്കണ്ട, ഞങ്ങളുടെ ജോലിയാണ്. ഇതെങ്ങനെ ഓർഡർ ആക്കൂന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അരിഞ്ഞാ എന്താ അറിയോ? അയ്യോ അത് ചീത്തയായി പോവും. അതന്നെ, പൂ കറുത്തു പോവും അരിഞ്ഞാല്. അതെ, അടുത്തുള്ള പൂക്കൾ ഇപ്പൊ തന്നെ നിങ്ങൾ മുഴുവൻ പറഞ്ഞു. എന്റെ ദൈവമേ, അമ്മ നിങ്ങൾ എന്ത് പൊട്ടത്തിനാ പറയുന്നത്? അത് പൂവിനെ തിരുവോണം വരെ നിൽക്കൂന്നാ പറയുന്നത്. തിരുവോണല്ല, എന്നും പറിക്കണ്ടേ? ഇന്ന് ഇടണ്ട, ഇന്ന് കഴിഞ്ഞിട്ടല്ല നാളെ അവിടെ ഒട്ടിച്ചു വെച്ചാ മതിയോ? ഇന്ന് കഴിഞ്ഞിട്ടാണ് നാളത്തെ ദിവസം. അപ്പൊ ഇന്ന് നന്നാക്കാം, അത്ര തന്നെ. ഏടാ പോടാ, അതത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ നോക്കിക്കേ, നമ്മളിത് ഇത്രയും നമ്മുടെ പൂക്കളം മോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മമ്മ ഇതേ ശിവൻ കണ്ണെന്ന് പറഞ്ഞ ചെടീന്റെ ഇതുണ്ടോ, കതിരോടെ മമ്മ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അല്ലേ മമ്മ? തളിർപ്പോടെ ആ തൃക്കണ്ണ്. യാ ഉണ്ടോ, ശിവന്റെ തൃക്കണ്ണ് പോലെ തന്നെ ഇല്ലേ? നോക്കി, ശരിക്കും തോന്നുന്നുണ്ടല്ലേ മമ്മ? മോസ്റ്റ് ഇപ്പൊ കണ്ടോ, ധാരാളത്തിന് മമ്മേന്റെ കയ്യിലുണ്ട്. അപ്പൊ മമ്മ ഇത് മോസ്റ്റ് ആയിട്ട് ഇവിടെയൊക്കെ ഇത് മോസ്റ്റ് ആയിട്ട് റെഡിയാക്കണം കേട്ടോ. അമ്മച്ചിക്ക് എന്താ ഈ ഓണായി വേളയിൽ പറയാനുള്ളത്? അത്തം 10 ഓണം. അപ്പം ഇക്കൊല്ലം അത്തം 11 ഓണം. അത്തം 10 ഓണം ഒത്തുപിടിച്ചാൽ മലയും പോരും, കാള കിടക്കും കയറോടും. മത്തങ്ങ പിന്നെ കാളെടുക്ക് കയറോടും മത്തങ്ങ പൊട്ടാ. അതെങ്ങനെ ചെരുപ്പ്? നിൽക്കും കുതിര. അതെ മമ്മ. പിന്നെ അതാണ് കിണറ് മണ്ട. എല്ലാത്തിനും കൂടെ ഓരോരുത്തരാണല്ലോ. അത് തന്നെ, അത് മോസ്റ്റ് ആയില്ലോ. അല്ല, ഞങ്ങള് ചെറുപ്പത്തില് ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ 1ാം പാഠപുസ്തകത്തിലുള്ളതാണ് ഇതെല്ലാം. ആ, അത്തം 10 ഓണം ഒത്തുപിടിച്ചാൽ മലയും പോരും, കാള കിടക്കും കയറോടും. ഇത് ഒരുമിച്ച് ഇങ്ങനെ എഴുതിയേക്കുന്നേ അമ്മച്ചി? ആ, അടിപൊളി. നമ്മൾ ഈ പൂക്കളം എന്തിനാ അമ്മച്ചി ഇടുന്നേ?
പൂക്കളും മാവേലിനെ വരവേൽക്കാനല്ലേ പൂക്കളം ഇടുന്നത്. മാവേലിക്ക് സന്തോഷാവോ അമ്മച്ചി? എല്ലാ വീടിന്റെ മുറ്റത്തും ഫ്ലാറ്റിൽ ജീവിക്കുന്നവര് അവരുടെ വരാന്തയിൽ പോലും അങ്ങനെ വെക്കും. അതെല്ലേ? ഏത് കുടിലല്ല കൊട്ടാരല്ല എല്ലായിടത്തും ഇത് ഒരുപോലെ, ഇതിന് ഒരു വ്യത്യാസം ഇല്ല. അത് തന്നെ. ശരിക്കും ശിവനെ അല്ലേ നമ്മള് പൂജിക്കുന്ന അമ്മച്ചി? ശിവനെ ആന്നും സങ്കല്പമുണ്ട്. ശിവനെ മഹാവിഷ്ണു പിന്നെ മഹാബലി ഇവര് 3 പേരുമാണ് മോസ്റ്റ്. അതെ അതെ അതെ. കണ്ടോ അടിപൊളി. ഇപ്പോൾ ആ ഗ്രീൻ കളറും കൂടി വന്നപ്പോഴാണ് എന്താ പറയണ്ടേ നമ്മുടെ പൂക്കളമായത്. അതും മുമ്പിലേക്കല്ല, ക്യാമറമാൻ വീണാലും കുഴപ്പമില്ല, ക്യാമറ നോക്കണം. എടപോടാ. അപ്പൊ നമുക്കിനി മോസ്റ്റ് ആയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഹായ് ഇത്രയായി. ഞാൻ വീഡിയോയില് ബാക്കി എടുത്തിട്ടില്ല. കണ്ടോ എങ്ങനെ പൂവിട്ട് കഴിഞ്ഞാല് ലാസ്റ്റ് അത് മിനുക്കുപണി കഴിയുമ്പോഴത്തേക്ക് അത് നല്ല അടിപൊളിയാവൂലേ? അത് തന്നെ വൃത്തിയാകും. അതാണ് പൂക്കളത്തിന്റെ ഒരു മഹിമയാത്. നമ്മളവർക്ക് അയ്യോ ഇത്രയും പൂവുണ്ട് എന്നാ ചെയ്യൂ എങ്ങനെയാന്നൊക്കെ, പക്ഷെ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതൊരു പൊലിമയല്ലേ, പൂ പൊലിക്കുമല്ലേ അല്ലേലും. സത്യം. പൂവേ പൊലി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ കണ്ണിന് കാണിച്ചു തരുവാണ് പൂ പൊലിക്കുന്നത് എങ്ങനെയാന്ന്. അടിപൊളി. പണ്ടൊക്കെ നെല്ല് ഇങ്ങനെ പതമ്പിന് പിന്നെ മെതിച്ചു കഴിയുമ്പോഴേ പദം വളർന്നു തരുന്നവർ ഇങ്ങനെ നെല്ല് വാരിയിട്ട് പൊലി 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 എന്ന് പറയും. നെല്ല് കൂടട്ടെ എന്നാണോ? അടിപൊളിയായിട്ട് അങ്ങനെ പറഞ്ഞാ കൂടൂലേ? ഇപ്പൊ പൂവ് കണ്ടില്ലേ? നമ്മളോർക്ക് ഇത്രയും പൂവ് കാണും അതൊന്നും ഓർത്തോ? ഇല്ല അമ്മച്ചി, ഇച്ചിരി പൂവ് അല്ലേ ഉള്ളൂ. സത്യം. നല്ല രസമുണ്ട് ഉമ്മ കാണാൻ. പൂ പൊലിക്കുവാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതെ. ഒരു കൊടയും കൂടെ കുത്തിയെങ്കിലല്ലേ? ശരിയാ. കൊട കുത്താൻ എന്നാ ചെയ്യും? കൊട കുത്താന് പണ്ടൊക്കെ വീണ്ടപ്പൂവും കൊണ്ടാണ് കൊട കുത്തുന്നത്. ആണോ? വീണ്ടപ്പൂവും കൊണ്ട് നടയിടും, വീണ്ടപ്പൂവും കൊണ്ട് കൊടയും കുത്തും. നട ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ കൊളന്നിട്ട് ഇങ്ങനെ അങ്ങ് വെക്കും, നട പോലെ. ആണോ? അപ്പൊ അതിനകത്തേക്ക് പോവാനുള്ള വഴി പോലെ? വഴി പോലെ. ആ അടിപൊളി. അന്നേരം ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അവര് പറയും, അവർക്ക് ഭയങ്കര വിശ്വാസമല്ലേ, ഓണത്തപ്പം വരുമ്പോ ആ നടയക്കൂടെ കേറി ആ പൂവിനകത്ത് കേറി ഇരുന്നോട്ടേന്ന്. അത് അടിപൊളിയായല്ലോ. നമ്മളാ ബത്തേരിക്ക് പോകുമ്പോഴ് ആ പാപ്പളശ്ശേരി വഴിക്ക് പോകുമ്പോ ആ കാടിന്റെ അവിടെ വീണ്ട കണ്ടിട്ടുണ്ട്. അടിപൊളി. കൊണ്ടുവന്ന് നട്ടാ മതി. അത് 2 സൈസ് വീണ്ടയുണ്ട്. ഒരു വെള്ള അകത്ത് നല്ല വയലറ്റ് നിറമുള്ള അത് ചെറിയ പൂവായിരിക്കും, ഇത്രയേ ഉള്ളൂ. അയ്യോ അതങ്ങോട്ട് ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊതിയാകും. റോഡ് സൈഡിൽ കാണിയല്ലടാ നമ്മള് ബത്തേരിക്കൊക്കെ പോകുമ്പോ കൊറേ നീലൊരു നീല കളറുള്ള പൂക്കള്. ഇത് തന്നെ ഞാൻ പെട്ടെന്ന് കടലാസ് പൂ പോലെ തന്നെ തോന്നും. നമ്മുടെ ഈ കോളാമ്പി കടലാസ് പൂവില്ലേ, വലിയ ഇല അതിന്റെ പടർന്ന് കിടക്കുന്നത്. ആ ലൈറ്റ് ഒരു എന്താ ലാവൻഡർ കളറുള്ള ഫ്ലവർ ആണോ പറയുന്നത്? ഏതോ കോളാമ്പി പൂ ഒക്കെ പോലെ തോന്നുന്നില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന ഉള്ളില് കുറച്ച് ഡാർക്ക് കളർ ഉള്ളതാണോ? അത് തന്നെ. അത് കൊറേ ഉണ്ടാവില്ലേ? അത് കൊറേ ഇഷ്ടം പോലെയല്ലേ ഇത് അമ്മേ. അപ്പൊ നോക്കിയേ ഗായ്സ്, നമ്മുടെ പൂക്കളം ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ട്. വാവ്, നമ്മുടെ അത്തപ്പൂക്കളം, അത്ത നിലത്തിലിട്ട നമ്മുടെ അത്തപ്പൂക്കളം. വാവ്, ഒന്നും പറയല്ല, അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായോ?
ആയിട്ടുള്ള അത്തപ്പൂക്കളം, ഇന്ന് അത്തമായിരുന്നു, അത്തം ദിനത്തിന് നമ്മുടെ അത്തപ്പൂക്കളം നമ്മളങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ അത്തപ്പൂക്കളത്തിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മോസ്റ്റ് പൂക്കളം എന്തായാലും ബിഗ് മോസ്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പൂക്കളാ പറിച്ചുള്ളൂ. അത് നമ്മൾ പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പൂക്കളായ പോലെ സത്യം പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാലും മനസ്സിലാകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതെങ്ങനെയാണ് തോന്നുന്നതെന്ന് ഗായ്സ് നിങ്ങൾ പറയാൻ മറക്കരുത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അമ്മച്ചിക്ക് ഇഷ്ടമായി അമ്മച്ചി ഈ പൂക്കളം? അമ്മച്ചിക്ക് ഇഷ്ടമായി അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂവേ പൊലി എന്ന് പാട്ട് പാടിക്കൊണ്ടായിരുന്നു നമ്മൾ ഇട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഗൈസ് പൂവേ പൊലി എന്ന് പറഞ്ഞാൽ തന്നെ പൂക്കൾ പൊലിച്ചിട്ടുണ്ട് നല്ലോണം ഗൈസ്. അപ്പോൾ മോസ്റ്റ് സന്തോഷമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ അത്തപ്പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കില്ല. അമ്മച്ചിന്റെ പണ്ടത്തെ ഓണം പിന്നെ കണ്ടോനക്കുത്തിന്റെ പൂവ്, മുളച്ചെവി, അതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് എല്ലാ കുമ്പിളിൽ കൂടെ ഇങ്ങനെ എന്നിട്ട് പിന്നെ മിറ്റം മെഴുകിയിട്ട് ഞാൻ പൂവിടും. പൂവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം വായി കളഞ്ഞു നോക്കുമ്പോ പൂവേ പൊലി എന്ന് പറഞ്ഞോണ്ട് പൂവിട്ട് കഴിയുമ്പോ പിന്നെ പറിച്ച പൂവിൽ അധികമായിരിക്കും. കൊങ്ങണിപ്പൂവൊക്കെ നാളത്തേക്കും കൂടെ ഇടാനുള്ള ഉണ്ടാവും. ഇന്ന് പറിച്ചാല് കാണാൻ പോലും കിട്ടില്ല. പൂവാ നമ്മള് പറിച്ചോണ്ട് വന്ന് അത് തന്നെ നേരെ നമുക്ക് 2 സൈസ് കൊങ്ങിട്ട് ചുമപ്പും കിട്ടും, പിന്നെ ചീമക്കൊങ്ങും കിട്ടും, പിന്നെ ചീമക്കൊങ്ങ വെള്ളയും അതിനകത്ത് കൊങ്ങിണി, 2 സൈസ് കൊങ്ങിണി, അതുപോലെ എന്തെല്ലാം പൂക്കളാ അന്നൊക്കെ ഉള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം. മതിയായോ? ഇവിടെ ഓറഞ്ച് റെഡ് പോലെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മള് നട്ട കൊങ്ങിണിയില്ലേ, മഞ്ഞ കൊങ്ങിണി, അതുപോലെ തന്നെ മഞ്ഞ പോലെ തന്നെ വെള്ളയും. ഇപ്പൊ കൊങ്ങിണിപ്പൂ ഒന്നും കിട്ടാനില്ലല്ലേ, കാട്ടിക്കൂടെ പോയാലും കിട്ടാനില്ല. ഓണരികീന്നും ചെമ്പരത്തിപ്പൂവ്, അതുപോലെ ചെമ്പരത്തി, ജമന്തി, എല്ലാ വാടാമല്ലി, എല്ലാ പൂക്കളും ഉണ്ടാവും. അങ്ങനെ ഈ പൂക്കളൊക്കെ കാണാൻ കിട്ടൂല്ലോ. ഇന്നത്തെ പോലെ അന്ന് 11 ദിവസം ഓണമൊന്നുമില്ല, 10 ദിവസം ഉള്ളൂ. ഇപ്പൊ എന്നാ എല്ലാം 11 ദിവസമൊക്കെ. അതന്നെ കഴിഞ്ഞ പ്രാവശ്യം അതെ. ഇപ്രാവശ്യം പറയല്ലേ 2 നാളുണ്ടെന്നല്ലേ പറഞ്ഞു. അന്നൊന്നും അങ്ങനെ 2 നാളില്ല. അങ്ങനെ 2 നാള് വന്നിട്ടില്ല. അത്തം 10 എന്നല്ലേ പറയുന്നേ. ഇപ്പൊ പറയണം അത്തം 11 അടുത്ത കൊല്ലം ഇനി 12 ആയിരിക്കും. അത്തം പിന്നെ ഒരു ചിങ്ങം പണ്ട് പറയില്ലേ ചിങ്ങത്തിൽ മുഴുവനും ഓണാന്ന്, പൊന്നോണം. അതെ അതെ. ചിങ്ങമാസത്തില് തിരുവോണം, പൊന്നോണം, പിന്നെ എല്ലാ ദിവസവും ഓണമാണ്. അങ്ങനെയാണ് പൂ പറിച്ചു കൊണ്ടുവന്നിട്ട് പൂക്കളൊക്കെ മെഴുകി പൂവിട്ട് പിന്നെ കൊടയും കുത്തുവന്ന് ഓരോ ഈർക്കിലി ചീകിയിട്ട് ഈർക്കിലിന്റെ അറ്റത്ത് വീണ്ടപ്പൂ ഇങ്ങനെ വെച്ചിട്ട് കൊട കുത്തും. അമ്മയാണോ കൊട കുത്തുന്നത്? അന്നൊക്കെ ഒരു കൊട കുത്തുള്ളൂ. ഞങ്ങള് ആളാം തീരെ ഇഷ്ടം പോലെ കൊട കുത്തും. കൊട ഇഷ്ടം പോലെ കുത്തുന്നു. വീണ്ടപ്പൂ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ചീത്തയാകും, അത് വെച്ചേക്കാൻ പറ്റില്ല. കൊടയൊക്കെ കുത്തും. അമ്മീന്റെ വീട്ടിലൊക്കെ അറിഞ്ഞത്. അമ്മയ്ക്കോ? നിങ്ങളെ വീട്ടിലെ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മള് പാട്ടിക്കൂടെ വീട്ടിൽ കൂടെ ഒക്കെ പോവും, വയലിന്റെ അരിയിൽ കൂടെ ഒക്കെ പോവും. പോയ വലി പറഞ്ഞിട്ട് അന്നും പോവുള്ളൂ. കാണാനായിട്ട് പപ്പടത്തിനൊക്കെ കൊതിയാ അന്നൊക്കെ. പപ്പടത്തിന് കൊതിയോ? ശരി. അല്ലാതെ വീട്ടിലെ ഒരു സാധാരണ ഒരു വീട്ടിലൊന്നും അങ്ങനെ പപ്പടം കാണില്ല. എപ്പോഴും പപ്പടം അന്ന് വെളിച്ചെണ്ണയ്ക്കും വിലയാ. അന്നൊക്കെ നല്ല ഇപ്പോഴും വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയല്ലേ? ഡിമാൻഡാണ്. അന്നും വിലയാ. എല്ലാ വീട്ടിൽ നിന്നും പിന്നെ എവിടെ ഇറങ്ങിയാലും ഓണത്തിന്റെ അന്ന് മാത്രല്ലേ പപ്പടം ഉള്ളൂല്ലോ അല്ലേ? ഈ ഉള്ളിത്തീയലിന്റെയും പപ്പടം കാച്ചിയ ആ മണമായിരിക്കും. പായസത്തിന്റെ അന്നാണ് പായസവും ശരിക്കും വെക്കുള്ളൂ. പായസം നല്ല ഗന്ധകശാലേന്റെ അരി കൊണ്ട് നല്ല പായസം അങ്ങ് ഉണ്ടാക്കും. ആ മണമായിരിക്കും. ഒരേ വീട്ടിലേക്ക് കയറി ചെന്നാലും പപ്പടത്തിന്റെയും പായസത്തിന്റെയും മണമാണ് ഓണത്തിന്റെ അന്ന്. അങ്ങനെ അധികം ഓണം ആഘോഷിക്കില്ല. അപ്പൊ നമ്മുടെ അടുത്തുള്ള അവരെയൊക്കെ നമ്മള് തിരുവോണം ഉണ്ണാൻ വേണ്ടിട്ട് നമ്മള് വിളിക്കും. അവര് വരുവോ? വരും.
പിന്നെ ചാച്ചിയമ്മയുടെ വീട്ടില് പേരപ്പനൊക്കെ ഉള്ളപ്പോൾ പേരപ്പൻ സാധുക്കൾക്ക് വസ്ത്രം ദാനം കൊടുക്കും. ഈ പിന്നെ പണിയന്മാരൊക്കെ ഉണ്ടാകും, അവരൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് പേരപ്പൻ ഇങ്ങനെ ഒരു മുണ്ട് മടക്കി ആ മുണ്ടിന്റെ മുകളിൽ മുറുക്കാനും പിന്നെ ഒരു 50 പൈസ 1 രൂപയും കൂടെ വെച്ച് അവർക്ക് കൊടുക്കും. അങ്ങനെ 5-10 പേർക്ക് കൊടുക്കും. അങ്ങനെ അന്നത്തെ സദ്യയും കൊടുക്കും. അടിപൊളിയാണല്ലോ അല്ലേ? അമ്മച്ചിന്റെ മാനന്തവാടിയിലെ കഥയാണ് ഗൈസ് ഈ പറയുന്നത് അല്ലേ? കേൾക്കുമ്പോ ഓടിപ്പോകുന്നു തോന്നും, പക്ഷെ അവിടെ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ അമ്മച്ചി. അവരെല്ലാരും അവിടെ ആരാ ഇപ്പൊ ഉള്ളത് അമ്മച്ചി? അവിടെ ചാച്ചിയമ്മേന്റെ പിന്നെ നാത്തൂൻ മാത്രം, ഞങ്ങളുടെ നാത്തൂൻ മാത്രം. ഒരു ദിവസം എന്തായാലും നമുക്ക് പോകണം അമ്മച്ചിന്റെ നാട്ടിൽ പോകണ്ടേ? നമ്മള് പോയായിരുന്നു അല്ലേ അമ്മേ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട്? അവിടെ കുറച്ച് ഭാഗത്തല്ലേ നമ്മള് പോയുള്ളൂ, അഗ്രഹാരത്തിൽ മാത്രം. അതിലെ ഞാൻ സ്കൂളിൽ പോവുകയും വരുകയും ചെയ്യുന്ന വഴിയാണ് അഗ്രഹാരം. ഞങ്ങളാ നടന്ന വഴിയോ? ആ ഗണപതി കടവൊക്കെ ഗണപതി കടവുമ്പോ ആ റോട്ടിലൊക്കെ ചിലപ്പോ വലിയ മഴയത്ത് ഇത്രയും വെള്ളമായിരിക്കും. എന്നിട്ട് കുട ഇങ്ങനെ ചൂടിക്കൊണ്ട് പോകുമ്പോ കുട നേരെ താഴോട്ട് ആയിട്ട് മലന്നിരിക്കും. കാറ്റൊന്ന് പിടിക്കുമ്പോ കുട മടക്കാൻ പറ്റില്ലായിരിക്കും. കുട എങ്ങനെയെങ്കിലും മടക്കിയിട്ട് നനഞ്ഞോണ്ട് പോകും. പുസ്തകം നനയ്ക്കാതെ നനഞ്ഞോണ്ട് പോകും. അയ്യോ അടിപൊളി. ഞാൻ എന്താ അത് അതിന്റെ വ്ളോഗൊന്നും ഞാൻ ഇട്ടിട്ടില്ല അമ്മേ. ഇതിന്റെ ഷോർട്ട് ഫിലിമിന് പോയില്ലേ? അന്നൊക്കെ വേനൊക്കെ ഗണപതി കടവ് ഇറങ്ങി കിടക്കാം. ഇപ്പൊ ചെക്ക് ഡാം വന്ന കാരണം ഒരു കടവിലും ഇറങ്ങാൻ പറ്റില്ല. ഈ മാറ്റൊലി കേട്ടിട്ടില്ലേ പുഞ്ചക്കടവെന്ന്? പുഞ്ചക്കടവ് ഇറങ്ങി കിടക്കായിരുന്നു. പുഞ്ചക്കടവ് ഇപ്പം പറ്റില്ല. ഇപ്പം മാനന്തവാടി പുഴയിലൊക്കെ മുതലയാന്നല്ലേ പറഞ്ഞേ, അത് കാരണം ഒട്ടും ഇറങ്ങാൻ പറ്റിയില്ല. കബനി പറ്റിയ സമയം കവനിയാന്ന് എനിക്ക് കവനി കണ്ടിട്ട് കരച്ചില് വന്നു. പക്ഷെ ഒഴുകുന്ന ആ ഒഴുക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. അല്ല മമ്മേ, കബനിയാണോ തിരിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്നേ? അല്ലേ? എന്ത് വലിയ നദിയാലേ? അല്ല, കടലാണ് മേലോട്ട് ഒഴുകുന്ന പുഴ ഇല്ലേ? അത് തന്നെ അത്ഭുതം. അത് പറഞ്ഞപ്പോ നമുക്ക് വിശ്വാസമായില്ലായിരുന്നു, പക്ഷെ പോയി കണ്ടപ്പോ കറക്റ്റ് വിശ്വാസമായി. ശരിക്കും ശ്വാസം എങ്ങനെ എടുക്കുന്ന പോലെയാണ് നദി. പേടിയാവോ എനിക്ക്. കൊട്ടത്തോണിയിൽ പോയത് അതിന്റെ ഇത്ര വീതിയിൽ വെള്ളം ഒഴുകുവാണേ. ആ വെള്ളം ഒഴുകുന്ന കാണുമ്പോ കരക്കി നിൽക്കുമ്പോ നമുക്ക് പേടിയാകും. അപ്പൊ ഞാൻ അവിടെ ആ പമ്പ് സെറ്റിന്റെ അടുത്ത് നോക്കി നിൽക്കുമ്പോ ഒരു പാലം പോലെ പാറകൾ ഇങ്ങനെയുണ്ട്. അപ്പൊ ഒരച്ഛനും മകനും കൂടെ ആ പാറയിൽ കൂടെ തന്നെ കടന്നിട്ട് ഇക്കരെ കയറി അവര്. കബനിയില് എന്റെ അമ്മ ഈ പ്രാവശ്യം കണ്ടായിരുന്ന വെള്ളം കയറിയപ്പം എന്റെ ദൈവമേ മോസ്റ്റായിരുന്നു എന്റെ മമ്മ. പേടിയായി പോയി. എത്ര വേഗമല്ലേ സ്വഭാവം ഒക്കെ മാറുന്നത്. തോടല്ലേ? അതെ, വയനാട്ടില് ചാലല്ലേ ഉള്ളൂ. നിങ്ങള് വന്ന് കാണ്. എന്താ പറയാ, തിരിഞ്ഞൊഴുകുന്ന ചാല്. അത് തന്നെ. അതുപോലെ നമുക്ക് കടലാണ്. അതെ. കൂടലില് പോയാല് രണ്ട് പനമരം പുഴയും മാനന്തവാടി പുഴയും കൂടെ ചേരുന്ന അത് മോസ്റ്റ് ഒരു പ്രാവശ്യം നമുക്ക് പോകണ്ടേ? മഴയത്ത് പറിക്കാൻ കിട്ടൂടാ. കക്ക കിട്ടും പറിക്കാൻ അവിടെ. നമുക്ക് പറിക്കാം ചുള്ളിക്കായിരിക്കും. അവിടുത്തെ സൈസ് കക്ക എന്ന് പറഞ്ഞാൽ വലിയ കക്ക 2 തോടായിട്ട്. ചുള്ളിക്കാന്ന് പറഞ്ഞാല് ഇങ്ങനെ ആ ശംഖില്ലേ, നീളത്തിൽ ആ ശംഖ് പോലെ അതിന്റെ നടുവിൽ ഇങ്ങനെ അടച്ചുറ്റിയായിട്ട് അത് നമ്മൾ ഒരു കല്ലിലേക്ക് വെച്ച് ഇടിച്ചു പൊട്ടിച്ചാല് ഇത്രയും നീളമുള്ള ഇറച്ചി അതിനകത്ത്. ഇങ്ങനെ ഈത്ത വാറ്റുന്ന പിള്ളേരില്ലേ, നിക്കാതെ ഇങ്ങനെ ഈത്ത വാറ്റിക്കൊണ്ടിരിക്കുന്ന ആ പിള്ളേര് 2 ദിവസം അത് കഴിച്ചു. ചൈനക്കാര് തിന്നും പോലെ ചുള്ളിക്ക അല്ല, ചെറുപ്പത്തിൽ പുഴയിൽ കുളിക്കാൻ അമ്മ അലക്കാൻ പോകുമ്പോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഈത്ത വാറ്റാതിരിക്കാൻ. അത് ചുള്ളിക്ക തല്ലി പൊട്ടിക്കും. തല്ലി പൊട്ടിച്ചിട്ട് കഴുകി ഇങ്ങെടുത്തിട്ട് അതിന്റെ ഈ ഇത് മോളിലുള്ള തോട് കുറച്ചങ്ങ് കളയും. എന്നിട്ട് അത് തിന്നാൻ തല്ലി ഞങ്ങള് തിന്നിട്ടുണ്ട് അങ്ങനെ ചെറുപ്പത്തില്. പക്ഷെ ഈത്തവാറ്റിൽ നിക്കും.
അല്ല പിള്ളേർക്കൊക്കെ അങ്ങനെ തരും. പക്ഷെ ഇത്രയും ഉള്ള കക്ക എന്ന് പറഞ്ഞില്ലേ, അതൊന്നും അവിടെ ആർക്കും അറിയില്ല അത് തിന്നാൻ. അവിടെ ഒരു പിന്നെ നായന്മാരുണ്ട്, അവര് വേനയ്ക്ക് ഇങ്ങനെ അമ്മയും മക്കളും ഒക്കെ കൂടെ വന്നിട്ട് അവര് കക്ക പെറുക്കും. അവര് ഈ കക്ക പെറുക്കി കൊണ്ടുപോയി അവര് കക്ക കറി അവരാണ്. ഇപ്പൊ ഞാൻ ഓർക്കും ഇവരെന്തിനാ പോലും കക്ക കൊണ്ടുവന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോഴേ അവിടുത്തെ ആ അമ്മ പറഞ്ഞു ഞങ്ങള് കക്ക കറി വെക്കുവാന്ന്. പൊട്ടന്മാരായി പോയി അറിയില്ലല്ലോ. കക്ക ഇങ്ങനെ അടുത്ത് കിടന്ന് കണ്ടാലും ഒറ്റത്തട്ട് വലിയ വെള്ളത്തിലേക്ക് അങ്ങ് തട്ടിയിടും. എന്റെ അമ്മച്ചി ഞാനിവിടെ നിന്ന് കക്കയൊന്നും കണ്ടിട്ട് പോലും ഇല്ല അമ്മച്ചി. ഇവിടെ അതിന്റെ തോട് ഇത്രയും വലുതായിരിക്കും. ഇവിടെ വലുതിന്റെ തോട് അതിന്റെ അപ്പൊ അകത്ത് എന്തോ ഒരു ഇറച്ചി ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. പുഴയിലല്ല, ശുദ്ധജലത്തിലെ അല്ലേ. അവരെന്നിട്ട് ഈ കല്ലിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൈയിട്ടിട്ട് അവരെടുക്കും. വീഡിയോ ഫോണില് യൂട്യൂബിലൊക്കെ ഓരോരുത്തർ എടുക്കാൻ പോകുന്ന കണ്ടിട്ട്. യൂട്യൂബിലൊക്കെ ഓരോരുത്തരെ കൂടുതൽ കടവുണ്ടത്. ഈ ഞവണിക്ക പിന്നെ ചുള്ളിക്ക ഇങ്ങനെ കല്ലേൽ ഇങ്ങനെ പറ്റിയിരിക്കും. ഇങ്ങനെ പറ്റിയിരുന്നിട്ട് അതിന്റെ ശംഖ് പോലെ ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ. നമ്മുടെ പുഴയിലൊക്കെ ഇല്ലടാ. ചെറിയ ശംഖ് വലിയ ചുള്ളിക്ക് ആ ശംഖ് കിടക്കില്ലേ, അത്രേ ഉണ്ടാവും. അതിന്റെ മുകളില് ഇറച്ചിയായിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിലൊരു പ്ലാസ്റ്റിക് ഞാവണിക്ക് എത്രേ ഉള്ളൂ. ഞാവണിക്ക് ഇത്രേ, അതിനും ഇറച്ചിയുണ്ട്. അതും ഇങ്ങനെ തന്നെ. എന്തായാലും അടിപൊളി. ഞവണിക്ക ഒത്തിരി ഉണ്ടെങ്കിൽ അതും പെറിക്കൊണ്ടെന്ന് കഴുകി അങ്ങ് പുഴുങ്ങുമ്പോഴത്തേക്കും അത് ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ വരാം. എന്നിട്ട് ഇറച്ചി നമുക്ക് കുത്തി ഇർക്കിലിയും കൊണ്ട് കുത്തി ഇങ്ങെടുക്കാം. എന്നിട്ട് കൊടംപുളി ഇട്ട് കറി അങ്ങ് വെക്കും, മീൻ വെക്കുമ്പോൾ തന്നെ. എടാ കക്ക തന്നെ, കക്കയുടെ ടേസ്റ്റ് തന്നെ അത് തന്നെ. എനിക്ക് കഴിക്കാൻ തോന്നുന്നു. ഒരു ചെറിയ മധുരം ഉണ്ടാവും കടിക്കൊക്കെ അല്ലേ മമ്മ? എനിക്ക് ഞങ്ങള് ചെറുപ്പത്തിലൊന്നും ഉണക്കുമീനൊക്കെ തീർന്നാലേ ഞങ്ങള് പിന്നെ മീൻ പിടിക്കാനായിട്ട് കൊട്ടയുണ്ടാക്കി തന്നിട്ടുണ്ട് അച്ഛൻ. ചെറിയ ചാടക്കൊട്ട അതും കൊണ്ട് പോയിട്ട് വയലിലെ കാവായില്ലേ, ആ കാവായിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാലുകൊണ്ട് അങ്ങ് വെക്കും. ആ കൊട്ടയ്ക്കകത്തേക്ക് പരളങ്ങ് കയറും. എന്നിട്ട് ആ പരലിനെ നമ്മളൊരു പാത്രം, ഒരു മൊന്തയായിരിക്കും, ആ മൊന്തയ്ക്കകത്തിടും. അങ്ങനെ ഒരു പുളിയില ചുടാൻ എന്ന് പറയുന്നത്. പുളിയില ചുടാൻ പരല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം വന്നു കല്ലിലിട്ട് ഉരച്ച് തേച്ച് കഴുകിയെടുത്തു, പുളിയിലയാക്കി, പുളിയില ചുട്ടു കപ്പയും തിന്നു. എനിക്ക് വിശക്കുന്നു. ആ കവായിന്ന് അധികം കിട്ടിയില്ലേ പുഴേന്റെ അരികിന് പോകും. പുഴേന്റെ അരികിന്ന് പിടിക്കും നെറ്റിയാപ്പൊന്നും. വ്ലോഗ് വേണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്നാ ഈ കണ്ട മീനൊന്നും ഇല്ലാത്ത എന്താ മനുഷ്യന്മാരുടെ സ്വഭാവം നല്ലതായതുകൊണ്ട്. പുല്ലുവാളനെയൊക്കെ പിന്നെ ഇത് ചൂണ്ടിട്ടല്ലേ കിട്ടുള്ളൂ. പിന്നെ തോടനെയും കിട്ടും, വട്ടോൻ. കൊറേ മീനുകൾ ഇപ്പൊ ഇല്ലല്ലോ അമ്മ. അമ്മച്ചി പറയില്ലേ എന്തോ ചെറുമീനോ അതൊക്കെ ഉണ്ടോ അമ്മച്ചി ഇപ്പം? കിട്ടണമെങ്കിൽ നല്ല പുഴയില് നല്ല കായോ ഉള്ളിടത്താണ് ചെറുമീനുള്ളൂ. അത് തിമിംഗലം പോലെയാടാ. തിമിംഗലം അത് നല്ല വെള്ളം ഉള്ളിടത്ത് അത് നിക്കുള്ളൂ. എനിക്ക് കഴിക്കാൻ തോന്നുന്നല്ല. അതൊരു സ്പെഷ്യൽ വ്ളോഗല്ലേ? എന്റെ അച്ഛൻ എന്നിട്ട് പിടിച്ചോണ്ട് വരൂല്ലേ? പിന്നെ ഒരു 3 മണിയാകുമ്പോ വല വീശാൻ പോകും. അത് ഉറിവലയാണ് വീശണ്ട. അത് അച്ഛന് മുങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് മുങ്ങാം. അച്ഛൻ തീറ്റയും കൊണ്ടുപോകും, മീൻ തീറ്റ. ഈ നെല്ല് വറുത്ത് പൊടിച്ചിട്ട് ആ പൊടി പിന്നെ ഒരു കൊട്ടയില് ചാണകം കൊണ്ടുപോകും. ഇത്രയും മുടുപ്പുള്ള ഉരുളയാക്കിയിട്ട് അതങ്ങ് ഉരുട്ടും. എന്നിട്ട് ഈ ഉറി നമ്മൾ വലിച്ചെടുക്കും. ഇങ്ങനെ ഉറി പോലെ ഇരിക്കുക വല, ഉറിവല. എന്നിട്ട് ഇങ്ങനെ 4 ഭാഗത്തും കാല് കുത്തിയിട്ട് മോളില് വലിയൊരു കോലയില് ഈ ഇങ്ങനെ വലിച്ചാൽ പെട്ടെന്ന് ഇങ്ങ് കിട്ടണ്ടേ അതിന്. എന്നിട്ട് ഈ സൂത്രം ആ ഉറിന്റെ അകത്ത് വെക്കും, ഈ ഉണ്ട തീറ്റ. എന്നിട്ട് മീൻ വന്ന് കടിച്ച് തിന്നുമ്പോ അറിയാം, അത് കരയില് നോക്കിയിരിക്കും. എന്നിട്ട് ഒരുവിധം മീനായി കഴിയുമ്പോ ഒറ്റ വലി ആ മീനെല്ലാം കൂടെ വലക്കകത്ത് കുടുങ്ങി. ചിലപ്പോ ഇത്രയുള്ളൊരു കൊട്ട നിറച്ച് പരളായിരിക്കും, ചിലപ്പോ ഇത്രയുള്ള മീനായിരിക്കും, ചിലപ്പോ 3-4 മീനൊന്നും കിട്ടിയല്ല. അങ്ങനെ ഉണ്ടാവും, വിഷമാവും. എന്നിട്ട് ഞങ്ങള് പുളി അടുപ്പ വെച്ച് നോക്കിയിരിക്കും. അച്ഛൻ വന്ന് മീൻ തേച്ച് കഴുകി, മീൻ തേക്കണം കല്ലേലിട്ട് തേച്ച് കഴുകി നന്നാക്കി ആ മീൻ കറി വെച്ചാണ് നമ്മള് ചോറ് തിന്നുന്നത്. കൊതിയാവോ അമ്മ ചോറ് കഴിക്കാനപ്പോ? ചിലപ്പോ അച്ഛൻ ചൂണ്ടയിടാനും പോകും.
അടിപൊളി. ഓ, ഇന്നൊക്കെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ വ്ളോഗ് എന്നും മീൻ പിടിക്കാൻ പോകുന്ന വ്ളോഗുള്ളൂ. നമ്മൾക്ക് ഇന്ന് എങ്ങനെ മീൻ പിടിക്കാം? വാലേട്ടൻ ചൂണ്ടയിട്ട് വാളയൊക്കെ കിട്ടുന്നെങ്കിൽ കൊണ്ട് വിൽക്കും. വിറ്റിട്ട് ആ പൈസക്ക് കള്ളു കുടിക്കും. അല്ല, റാക്കാണെന്ന് റാക്ക് മേടിച്ചിട്ട് ആദായം കുടിച്ചാടി വഴിക്ക് കിടന്ന് തെറിയും പറഞ്ഞു വരുന്നുണ്ടാവും. വാലേട്ടൻ കുടിച്ച് അങ്ങന്നേ കേക്കാം. മനസ്സിൽ ദേഷ്യം തോന്നുന്നവരെയൊക്കെ തെറിയും പറയും, വഴക്കും പറയും. ആ വാലേട്ടൻ ദേഷ്യപ്പെടാനുണ്ടായ കാര്യവും ആ കാര്യം ആദ്യം പറയും, ലാസ്റ്റാണ് 2 തെറി. പെണ്ണുങ്ങളെയാണെ 2 പൂ, ആണുങ്ങളെ ആണേലും 2 പൂ. അതാ പൂക്കൾ മസ്റ്റാണ്. പൂക്കൾ മസ്റ്റാണ്. പറയണ്ടല്ലേ. അന്നേരം പറയും, അമ്മയൊക്കെ പറയുക, ഇന്ന് അവന് നല്ല കുട്ടിയാണല്ലോ, ഇന്ന് അവന് നല്ല കുട്ടിയാണല്ലോ എന്ന് പറയും. നേര് അടിപൊളി. അപ്പൊ അമ്മച്ചീന്റെ മോസ്റ്റ് കഥകളൊക്കെ കേട്ട് എന്താ പറയാ, ആ കാലത്തിലേക്കൊന്ന് ഓടിപ്പോകാൻ തോന്നി. ഇതല്ല, ഇനി ഒരുപാട് കഥകൾ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കുറെ കഥകളൊക്കെ അമ്മച്ചി ഇങ്ങനെ മോസ്റ്റ് ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ അമ്മച്ചീന്റെ ഒക്കെ മോസ്റ്റ് ആയിട്ടുള്ള ഓണക്കാലത്തിനെ പറ്റിയൊക്കെ നമ്മള് കേട്ടില്ലേ. ഇപ്പൊ അത്രയും പൂക്കളൊന്നും നമുക്ക് കാണാനും ഇല്ല അല്ലേ? സത്യം. ഒന്നുമില്ല. എന്നാലും നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ പൂക്കളും കൊണ്ടാണ് ഗായ്സ് നമ്മള് പൂക്കള് പറിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിമനോഹരാക്കി പൂക്കൾ ഇടുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി പൂ നമ്മൾ വാങ്ങി, നമുക്ക് കിട്ടി, നമ്മളൊരു പരസ്യം ചെയ്ത് കൊടുത്തിട്ട് പൂക്കടനെ പരസ്യം കൊടുത്തിട്ട് അതിന് പകരമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ പൂവായിരുന്നു നമ്മള് 2-3-4 ദിവസം നമ്മൾ യൂസ് ചെയ്തായിരുന്നു. അങ്ങനെ കിട്ടിയ പൂവ്. അല്ലാതെ നമ്മള് പുറത്തുനിന്നൊന്നും പൂ വാങ്ങിയേയില്ല. നമ്മുടെ പറമ്പിൽ നിന്നുള്ള പൂ പറിച്ചിട്ടാണ് നമ്മള് മോസ്റ്റ് പൂക്കളങ്ങൾ ഇതേപോലെ നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മള് ചെയ്യാറുള്ളത്. അപ്പൊ ഗൈസ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്തം ദിനത്തിലെ അത്തം വ്ലോഗ് എന്ന് പറയുന്നത്. എന്തായാലും വരുമ്പോ ചിത്രക്കും ചോദിക്കൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. നമ്മുടെ ബിസി പോലെ ഇരിക്കും അല്ലേ. ഞാൻ പരമാവധി വേഗം ഞാൻ ചെയ്യാൻ നോക്കൂട്ടോ എല്ലാ വ്ലോഗും തന്നെ. ഓരോരുത്തരുണ്ട് വ്ലോഗ് എവിടെ, വ്ലോഗ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമാവും. കാരണം എന്താ പറയാ, എനിക്കറിയാം വിഷമം. നമ്മൾ ഒരാളെ കാത്തിരുന്നിട്ട് അവര് വന്നില്ല എന്നറിയുമ്പോൾ ഉള്ള ആ വിഷമം ഉണ്ടല്ലോ, അത് ശരിക്കും അതുള്ളിലൊരു വിഷമം ശരിക്കും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പരമാവധി വേഗം എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ട് സൂപ്പറാക്കാൻ ശ്രമിക്കൂ കേട്ടോ. എൻ്റെ ഫുൾ എഫേർട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ കൈവയ്ക്കുന്നു അതിലൊക്കെ എൻ്റെ ഫുൾ എഫേർട്ട് ഞാൻ ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്തു പോകും. പക്ഷെ അതിനുള്ളൊരു ഫലം ഇപ്പൊ തന്നെ യൂട്യൂബ് ആയാലും അതിനുള്ളൊരു ഫലം എനിക്ക് ഇതുവരെ ഞാനൊരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല തന്നെ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നെ നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് ശരിയാ. അതെല്ലാം റിസ്ക് എടുക്കാത്തവർക്ക് വരെ നമ്മൾ നോക്കി AI വീഡിയോസ് AI ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ മതി, അതിനെ നമുക്ക് വീഡിയോ ശരിയാക്കാം അല്ലെ. നമ്മൾ പറയുന്ന രീതിയിൽ അത് പോകും വരും എല്ലാം ചെയ്യും. നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് അവിടുന്ന് മരത്തിലാണെ മരത്തിൽ കയറി, പാറയിലാണെ പാറയിൽ കയറി, പുഴയിലാണെ പുഴ ചാടി പോയി നമ്മൾ അത്ര എഫോർട്ട് ഇടുന്ന വീഡിയോയ്ക്ക് പോലും ഒരു വ്യൂ ഇല്ല, ഒരു റീച്ച് ഇല്ല, ലൈക്ക് ഇല്ല, ഷെയർ ഇല്ല, ഒന്നുമില്ല. നമ്മുടെ എഫോർട്ട് മാത്രം അവിടെ. നമുക്കതിൽ നിന്നൊരു നമ്മൾ വിചാരിച്ച ഒരു ഇത് പോലും അറ്റ്ലീസ്റ്റ് ഒരു 1K വ്യൂ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ദാരിദ്ര്യമല്ലേ? എന്താന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഞാനിപ്പോ 2-3 വർഷമായിട്ട് എന്റെ പുറകെ നടക്കുക. ഇപ്പം എന്താ പറയാ, ഒരു മാസം വീഡിയോ ഇട്ടവരുണ്ട്, ഒരാഴ്ച വീഡിയോ ഇടുന്നവർക്ക് തന്നെ മോണിറ്റൈസേഷൻ ആവുന്നു. അവര് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അറ്റൻഷൻ അവരുടെ ചാനലിലേക്ക് വരുന്നു. പക്ഷെ എന്താ എന്നോട് അടുത്ത് ചോദിക്കാൻ, ഞാൻ മടുത്തില്ലേ ചോദിക്കാം എന്നോട് ഭാവത്തെ. അതിപ്പോ ചോദിച്ചാൽ എന്റെ പാഷനാണ്. ഒരിക്കലും ഞാൻ ഇതിൽ നിന്ന് ഞാൻ മടുക്കില്ല. വീഡിയോ എടുക്കുക, ഓരോരുത്തരെ എന്റർടൈൻ ചെയ്യാന്നുള്ളത് എന്റെ ഒരു സ്വഭാവമാണ്, എന്റെ ഇഷ്ടമാണ്. എനിക്ക് അതിൽ നിന്നൊരു പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയരുത്. പക്ഷെ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പരമാവധി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ യൂട്യൂബിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ക്യാഷ് ആണെങ്കിലും നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടാണെങ്കിലും ഇപ്പൊ എന്താ പറയാ എന്നോടുള്ള സ്നേഹം എല്ലാം ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് മടുത്തില്ലെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ ആയിട്ടിടാം. ഒരിക്കലും മടുക്കില്ല, അത് വേറെ കാര്യം. ഒരിക്കലും യൂട്യൂബും ഇൻസ്റ്റ അതുപോലെ ഫേസ്ബുക്ക് ഇതിൽ നിന്നും ഒരിക്കലും ഞാൻ മാറില്ല. വീഡിയോ പ്ലാറ്റ്ഫോം ഒരിക്കലും ഞാൻ വീഡിയോ ഇടലേ നിർത്തില്ല. അത് ഉള്ള കാര്യമാണ്. അങ്ങനെ നിർത്തണമെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യമില്ലാതെ ഞാൻ നിർത്തില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ നിർത്തേണ്ട വന്നാൽ അത്രയും ഡിപ്രഷൻ ഉണ്ടാവും അല്ലെ, റീസൺ ഉണ്ടാവും. ഒരു കാരണമില്ലാതെ നമ്മള് നിർത്തില്ലല്ലോ. അപ്പൊ സോ ഗായ്സ്, നമ്മുടെ അത്തം വ്ലോഗ് ഇത്രയേ ഉള്ളൂ അല്ലേ ബാബാറ്റി? അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ മോസ്റ്റ് അത്തം ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കുമ്പോ നേരത്തെ എന്റെ ഡ്രസ് നിലത്തായിരുന്നു. അതെ, അടിപൊളി. അമ്മച്ചിക്ക് ഇഷ്ടമായി അമ്മച്ചി ഇവിടെ പൂക്കളം വൈബാണോ? ഓണം വൈബല്ലേ? പൊളി മൂഡ്. അതെ, അത്തം മൂഡ്.
അമ്മ അത്തമൂടാണോ? അത്തമൂട്. അത്തമൂട് പക്ഷേ എനർജി ഇല്ല. അത്തമൂട്. അപ്പൊ അത്തമൂട് അമ്മച്ചി പറഞ്ഞു അതെ ഓണം മൂട്. ഇനി ആ വീഡിയോ എത്ര പേര് എടുത്തിടും അമ്മ? തൂക്കണ്ട വരുമോ നമ്മള്? അമ്മച്ചി നമുക്ക് പണിയല്ലേ. ദയവ് ചെയ്ത് എന്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടല്ലേ പ്ലീസ്. അയ്യോ അതൊക്കെ അയ്യോ അത് നമ്മുടെ കസിൻസ് ഇല്ലേ അമ്മേ? ഞങ്ങളുടെ കസിൻസ് ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ഞങ്ങളോട് അറിയിക്കാതെ അവര് തന്നെ എടുത്ത് കണ്ടിട്ട് ആ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വളഞ്ഞ വഴിക്ക് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് അതിന് ബാക്കിൽ പറയാ എന്തിനാ കാണുന്നേ? നമ്മള് പറഞ്ഞോ കാണാൻ ആരോടെങ്കിലും? കൈയും കാലും കെട്ടിയിട്ടിട്ട് കാണ് അല്ല അവർക്ക് പിന്നെ ഫോണോ ഇല്ല പൂക്കളോ ഇല്ല ഒന്നുമില്ലാത്ത പോലെയാ പറച്ചില്ലേ കാണല്ലേ. മറ്റുള്ളവരെ ഉപദേശിക്കുവാണ് അവര് കണ്ടില്ലേ കാണണ്ട മറ്റുള്ളവരും കാണല്ലേന്ന്. അയ്യോ സത്യം. അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള് മനസ്സിലായല്ലോ. അവരൊക്കെ എന്താ പറയാ മോസ്റ്റ് അംബാനി വൈബാണ്. അപ്പൊ അവര് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ ഉണ്ട് കയ്യില്, നല്ല ഫോണുണ്ട്, നല്ല ക്യാമറ ഉണ്ട്, അവർക്ക് വീഡിയോ എടുക്കാൻ ഇടാം. നമ്മളാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ അമ്മേ? ഞങ്ങൾ ഒരു മാറ്റിയില്ല. ഫോണാണ് നേരത്തെ തന്നെ പറഞ്ഞ ഫുൾ അവസ്ഥയാണ്. അപ്പൊ അത്രയും അവസ്ഥയിലും ഞങ്ങള് ഒരാളെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെയാണ് ഞങ്ങള് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും നാട്ടുകാരായാലും എന്താ അല്ലാതെ ഉള്ള ആൾക്കാരായാലും എന്നും ഞങ്ങളെ വേദനിപ്പിക്കലാണ്. എന്നും തന്നെ ഡെയിലി ഓരോ ഇന്ന് തന്നെ എത്ര പ്രോബ്ലംസ് മുമ്പിലേക്ക് വന്നെന്നറിയോ? ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും ഒരാളെ ഞങ്ങൾ അറിയിക്കാതെ, പക്ഷെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. ഇത്രയും നാളും ഞങ്ങൾ അറിയിക്കാതിരുന്നു. പക്ഷെ ഇനി മുതൽ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ അറിയിക്കും. അത് ഞങ്ങൾ ഉറപ്പിച്ച കാര്യം. കാരണം നമുക്ക് ഒരിക്കലും ഒരു കാര്യം മൂടി വെക്കേണ്ട കാര്യമില്ല അല്ലേ അമ്മച്ചി? ആരെന്ത് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എല്ലാരും അറിയണം. എല്ലാരും അറിയണ്ടേ ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടെന്ന്. അതന്നെ തീർച്ചയായിട്ടും അറിയണം അമ്മച്ചി. അപ്പം എന്തൊരു കാര്യം ഉണ്ടല്ലോ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് ഞങ്ങൾ പറയുന്നതാണ്. എല്ലാം ഇപ്പൊ 1 ബൈ പറയേണ്ട അവസ്ഥയാണ്. അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഓണം വീഡിയോ ഗായ്സ് അവിടെ പോയിരിക്കും ഗായ്സ്. ഇത്രേ ഉള്ളൂ. ഞാൻ എടുക്കാം. അപ്പം എല്ലാവർക്കും ഇല്ല എനിക്ക് സെൽഫി എടുക്കണം നിക്ക്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മോസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ഗായ്സ്? അല്ലേ ഗായ്സ്? ഓണം മൂട് അത്തമൂട്. അപ്പൊ എല്ലാവർക്കും മോസ്റ്റ് ഹാപ്പി അത്തം പറയുവാണ്. 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി അത്തം. അഡ്വാൻസ് ഹാപ്പി ഓണം പറയണേ എല്ലാരും പറയണേ ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പൊ എല്ലാരെയും അടുത്ത സൂപ്പർ കോൾ വീഡിയോ കാണാം.